വാണ്ടയെങ്ങാനും മലയാളം TV സീരിയലിന് അഡിക്റ്റ് ആയിരുന്നെങ്കിൽ എന്തുണ്ടാവുമായിരുന്നു? വാണ്ടാവിഷൻ ഒരു മലയാളം TV ഷോ ആയേനെ. അപ്പോൾ നല്ല രസമായിരുന്നേനെ. അതിന്റെ പേര് മിക്കവാറും വാണ്ടാ വിളക്കെന്നോ കുടുംബവിഷനെന്നോ മറ്റോ ആയിരിക്കും. ആരുടെയും ചോദ്യശരങ്ങൾക്ക് മുന്നിൽ നിന്നുകൊടുക്കാതെ ഇവൾ പോകുന്നു. കൊടുത്ത സ്നേഹം തിരിച്ചു ചോദിക്കാനാവാതെ പ്രാർത്ഥനയും കണ്ണീരുമായി ഇവൻ. ഇവർക്കിടയിൽ ഇവരറിയാതെ ഇനി ഇവളെത്തുന്നു. ഹലോ ഫ്രണ്ട്, ഇന്ന് നമ്മൾ വാണ്ടാവിഷനിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ചോദ്യങ്ങളുടെ ഉത്തരവും അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ചോദിച്ച മറ്റു പല ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരവും ചേർത്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കാണാൻ പോകുന്നത്. എല്ലാവർക്കും അറിയേണ്ടത് വൈറ്റ് വിഷൻ എവിടേക്ക് പോയെന്നാണ്. ആക്ച്വലി എന്താ ഉണ്ടായെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വിഷനും വൈറ്റ് വിഷനും കണ്ടുമുട്ടുന്നു. വിഷനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് വിഷനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. രണ്ട് വിഷന്മാരും തമ്മിൽ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നടക്കുന്നു. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിര. ശരിക്കുള്ള വിഷന്റെ ബോഡി കൈവശമുള്ള വൈറ്റ് വിഷന് പഴയ വിഷന്റെ ഓർമ്മകളും കൂടി കിട്ടിക്കഴിയുമ്പോൾ താനാണ് ഇപ്പൊ ശരിക്കുള്ള വിഷൻ എന്ന് തിരിച്ചറിയുന്ന വൈറ്റ് വിഷൻ അവിടുന്ന് പറന്നു പോകുന്നു. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ വീഡിയോയിൽ. മാത്രമല്ല എന്തുകൊണ്ട് അവൻ വാണ്ടയെ കാണാൻ ശ്രമിക്കുകയോ അവിടെ നിൽക്കുകയോ ചെയ്യാതെ പറന്നുപോയി അതും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. കാരണം ഓർമ്മകളും ബോഡിയും കിട്ടിയാൽ പോലും അവൻ ഇമോഷൻസ് ഇല്ലാത്ത ഒരു റോബോട്ടാണ്, ഒരു AI റോബോട്ട്. അവന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തു വരാൻ ടൈം എടുക്കും. പെട്ടെന്ന് ഇത്രയധികം ഡാറ്റ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വൈറ്റ് വിഷൻ പറന്നു പോകുന്നത്. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. പിന്നീട് വൈറ്റ് വിഷൻ എന്ത് സംഭവിച്ചു എവിടെ പോയെന്ന് ഒരാൾക്കും അറിയില്ല. എന്നാലും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത് വൈറ്റ് വിഷൻ ഒരു റോബോട്ടാണ്, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന റോബോട്ട്. ഇപ്പോൾ അവന്റെ നിയന്ത്രണം ചെയ്യാനായിട്ട് ടൈലർ ഹീവാർഡ് അവിടെ ഇല്ല, അയാളെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. അതുകൊണ്ട് വൈറ്റ് വിഷൻ ഇനി ഏറെക്കുറെ ഒരു സ്വതന്ത്രനായിട്ടുള്ള ആളായിരിക്കും. അവൻ ഇനി എവിടെയെങ്കിലും പോയിട്ട് അവന്റെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കും. താൻ എങ്ങനെ ഉണ്ടായി, എന്തൊക്കെയാണ് ഇതുവരെ സംഭവിച്ചത്, അവന് കിട്ടിയിരിക്കുന്ന പുതിയ ഓർമ്മകളിലെ ഡാറ്റ അവൻ അനലൈസ് ചെയ്യും. തന്റെ കൂട്ടുകാരൊക്കെയായിരുന്നു, തന്റെ ശത്രുക്കൾ ആരൊക്കെയായിരുന്നു, എന്താണ് തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, വേണ്ടത് എനിക്ക് ആരായിരുന്നു, ഇങ്ങനെ പല പല കാര്യങ്ങൾ അവൻ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കും. അതൊക്കെ കഴിഞ്ഞ് തീർച്ചയായിട്ടും അവന്റെ മനസ്സിൽ വാണ്ടയോട് ഒരു ഇമോഷൻ തോന്നുമായിരിക്കും. അപ്പോൾ ഒരു പക്ഷേ അവൻ വാണ്ടയെ തേടി തിരിച്ചു വരാനും സാധ്യതയുണ്ട്. ഇനി മാർവലിന്റെ സൈഡിൽ നിന്ന് വിഷൻ ക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു സീരീസ് ഇറങ്ങാനുണ്ട്. അതിൽ പറയാൻ പോകുന്നത് ഇവിടുന്ന് പറന്നുപോയ വൈറ്റ് വിഷന് പിന്നെ എന്ത് സംഭവിച്ചു, അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അത് കണ്ടാലാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ഒരു സന്തോഷ വാർത്ത, നമ്മളുടെ ചാനൽ മൊത്തത്തിൽ 60 മില്യൺ വ്യൂസ് ക്രോസ് ചെയ്തിരിക്കുന്നു. അതും നമ്മൾ ഒരു 140ഓളം വീഡിയോ മാത്രമേ ഇതുവരെ ഇട്ടിട്ടുള്ളൂ. അതിൽ നിന്നാണ് ഈ 60 മില്യൺ വ്യൂ കിട്ടിയിരിക്കുന്നത്. അതും എന്റെ 90% വീഡിയോസ് മാർവൽ മൂവി എക്സ്പ്ലനേഷൻസ് ആണ്. അതിൽ നിന്നാണ് എനിക്ക് 3,60,000 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിരിക്കുന്നത്. നമ്മളുടെ 9 വീഡിയോകൾക്ക് 1 മില്യൺ വ്യൂ ക്രോസ് ചെയ്തു. അതിൽ തന്നെ ഒരു വീഡിയോ 2 മില്യൺ വ്യൂസ് ക്രോസ് ചെയ്തു. അതേതാണെന്നറിയോ? ഇൻഫിനിറ്റി വാറിന്റെ ലാസ്റ്റ് പാർട്ട്, തോറിന്റെ അന്യായ എൻട്രി ആയിട്ട് അഴിഞ്ഞാടിയ ആ വീഡിയോയ്ക്കാണ് 2 മില്യൺ വ്യൂസ് അടിച്ചിരിക്കുന്നത്. അതിന്റെ തൊട്ട് താഴെയായിട്ട് എൻ ഗെയിമിന്റെ ലാസ്റ്റ് പാർട്ടും ഉണ്ട്. പക്ഷെ ഇൻഫിനിറ്റി വാർ കഴിഞ്ഞ് ഞാൻ കുറെ മാസം ലീവൊക്കെ എടുത്തിട്ടാണ് എൻ ഗെയിം ഇട്ടത്. അപ്പോഴേക്കും റീച്ച് നന്നായിട്ട് തന്നെ പോയി. എന്നിട്ട് പോലും എൻ ഗെയിമിന്റെ ഈ ലാസ്റ്റ് പാർട്ട് 2 മില്യൺ അടിക്കാറായി. അപ്പോൾ റീച്ച് ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ എൻ ഗെയിമിന്റെ ലാസ്റ്റ് പാർട്ട് തീർച്ചയായിട്ടും ഒരു 2.5 മില്യൺ എങ്കിലും അടിച്ചേനെ. അപ്പൊ എന്തായാലും ഇത്രയും വ്യൂസ് ഒക്കെ കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇത്രയും വ്യൂസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് പൈസ കിട്ടിയെന്നായിരിക്കും പലരുടെയും വിചാരം. ഇപ്പൊ ഞാൻ കാണിച്ച ഈ 1 മില്യൺ അടിച്ച വീഡിയോകളിൽ തന്നെ ഒരു റെഡ് സിമ്പിൾ നിങ്ങൾ കണ്ടോ? അതാണ് കോപ്പിറൈറ്റ്. മാർവൽ സിനിമകളിലെ സീനുകൾ ഉപയോഗിക്കുമ്പോഴല്ല എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നത്. ഞാൻ അതിൽ സിനിമയിലെയും ആൽബത്തിലെയും ഒക്കെ മ്യൂസിക് ഇടാറുണ്ടല്ലോ. തോറിന്റെ എൻട്രിക്കും അയൺമാന്റെ എൻട്രിക്കും ഇമോഷണൽ സീൻസിനും അങ്ങനെ ഞാൻ BGMകൾ ഇടാറുണ്ട്, സോങ്സും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് റെഡ് സിമ്പിൾ വരുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെറിയൊരു മ്യൂസിക് പോലും ഞാൻ ഉപയോഗിച്ച് ഇങ്ങനെ കോപ്പിറൈറ്റ് വന്നാൽ എനിക്ക് ആ വീഡിയോയിൽ നിന്ന് 1 രൂപ പോലും കിട്ടില്ല. ഇപ്പൊ ഞാൻ അവസാനമായിട്ടിട്ട ഫാർ ഫ്രം ഹോം പോലും 1,40,000 വ്യൂ കിട്ടി. എനിക്ക് അതിൽ നിന്ന് 1 രൂപ പോലും കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ആഴ്ചകളോളം കഷ്ടപ്പെട്ടിട്ടാണ് സിനിമകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്ന് എനിക്ക് പലപ്പോഴും 1 രൂപ പോലും കിട്ടാറില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഒരു മാവേലി ആവുന്നത്, എന്തുകൊണ്ടാണ് വലിയ വലിയ ലീവ് എടുക്കുന്നത് നിങ്ങൾ ചോദിക്കാറില്ലേ? അതിന്റെ ഒരു പ്രധാന കാരണം എനിക്ക് പൈസ കിട്ടാത്തത് കൂടിയാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾക്ക് പൈസ അത്യാവശ്യമാണല്ലോ. അപ്പൊ ഞാൻ കുറെ ആഴ്ചകൾ കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടിട്ടും അതിൽ നിന്ന് 1 രൂപ പോലും കിട്ടാതിരിക്കുമ്പോൾ എനിക്ക് എന്തായാലും മറ്റു ജോലികളും നോക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് ചാനൽ ചെയ്യാൻ ടൈം കിട്ടില്ല. ഇതാണ് സംഭവിക്കുന്നത്. ഞാൻ ഇട്ടിരിക്കുന്ന 75% വീഡിയോകളിലും ഓരോ ഹീറോസിന്റെ എൻട്രിക്കും ഫൈറ്റിനും ഒക്കെ ഞാൻ മ്യൂസിക് ഇടാറുണ്ട്. എനിക്കും അത് ഇഷ്ടമാണ്, നിങ്ങൾക്കും അത് ഇഷ്ടമാണ്. പക്ഷെ ആ വീഡിയോകളിൽ നിന്നൊന്നും എനിക്ക് 1 രൂപ പോലും കിട്ടിയിട്ടില്ല. ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? എന്നാലും ഞാൻ ഇനി വരുന്ന വീഡിയോകളിലും തീർച്ചയായിട്ടും മ്യൂസിക് ഇടും. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ.
ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. ചിലതിനങ്ങനെ ഒരു മ്യൂസിക്കിന്റെ ആവശ്യമില്ല, ചില സിനിമകൾക്ക് അത് അത്യാവശ്യമാണ്. പക്ഷെ ഞാൻ വലിയ ലീവൊക്കെ എടുക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഞാൻ ലീവ് എടുക്കാതെ കുത്തിയിരുന്ന് വീഡിയോ ഇടുമ്പോഴും പലപ്പോഴും എനിക്ക് ക്യാഷ് കിട്ടാറില്ല. വേറെ ഏതെങ്കിലും ഒരു മൂവി എക്സ്പ്ലെയിനർ ഇങ്ങനെ പൈസ വേണ്ടെന്ന് വെച്ച് മ്യൂസിക് ഇട്ട് വീഡിയോ ചെയ്യൂ. പക്ഷെ ഞാൻ ചെയ്യാറുണ്ട്. നിങ്ങളെ മാക്സിമം എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ബ്രോ, വാണ്ട ഗർഭിണിയായപ്പോ വിഷന് കൈ ഉള്ളിലേക്കിട്ട് കൊച്ചിനെ എടുത്തൂടെ? ബ്രോ, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം എടുക്കുന്ന പോലെ കൊച്ചിനെ അങ്ങോട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. എന്തിനും സിനിമയിൽ ഒരു റോബോ ഇങ്ങനെ കാണിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ വാണ്ട മാജിക് കൊണ്ടാണ് കുട്ടികളെ പ്രസവിക്കാൻ പോകുന്നതെന്ന് വിഷം വിചാരിച്ചിട്ടുണ്ടാവില്ല. വാണ്ടയ്ക്ക് പ്രസവ വേദന വരുന്നതും മറ്റു ലക്ഷണങ്ങളും ഒക്കെ കാണുമ്പോൾ ഇതൊരു നോർമൽ ഡെലിവറി തന്നെ ആയിരിക്കും എന്നാണ് വിഷം വിചാരിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് കൈയിട്ട് കുട്ടി എടുക്കുന്നത്? മിസ്റ്റർ ഹാർട്ടിന് തൊണ്ടയിലേക്ക് ആയിട്ട് ഭക്ഷണം എടുത്ത പോലെ കുട്ടിയൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. ബ്രോ, വാണ്ടയ്ക്ക് ഹെക്സിനുള്ളിൽ വിഷനെ ക്രിയേറ്റ് ചെയ്തതുപോലെ റിയൽ വേൾഡിൽ ഒരു വിഷനെ ക്രിയേറ്റ് ചെയ്തൂടെ? സത്യം പറഞ്ഞാൽ അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഒന്നാമത്തെ കാര്യം, വാണ്ടയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വാണ്ടയ്ക്ക് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയപ്പോ വാണ്ട പോലും വിചാരിക്കാതെയാണ് ഈ ഹെക്സും വിഷനൊക്കെ ക്രിയേറ്റ് ആവുന്നത്. പിന്നെ ഏറ്റവും അവസാനം വാണ്ട സ്കാർലറ്റ് വിച്ച് ആയിട്ട് മാറി. അത് കഴിഞ്ഞ് വാണ്ടയ്ക്ക് ഇനി വേണമെങ്കിൽ വീണ്ടും ഒരു വിഷൻ ഉണ്ടാക്കാനൊക്കെ പറ്റും. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ചില കാരണങ്ങളുണ്ട്. ഒന്ന്, വിഷൻ മരിച്ചു എന്നുള്ള കാര്യം വാണ്ടയ്ക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ വാണ്ടയ്ക്ക് അത് ഏറെക്കുറെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ട്, വിഷന്റെ ശരിക്കുള്ള ബോഡി ഇപ്പൊ നിലവിലുണ്ട്. അതാണ് വൈറ്റ് വിഷൻ. അവനിപ്പോ എവിടെയോ ഉണ്ടെന്ന് വാണ്ടയ്ക്ക് അറിയാം. അതുകൊണ്ട് വീണ്ടും പുതിയൊരു വിഷനെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വാണ്ടയ്ക്ക് വേണമെങ്കിൽ ആ വൈറ്റ് വിഷന്റെ കാര്യം അന്വേഷിച്ചാൽ മതി. മൂന്നാമത്തെ കാര്യം, ഇതാണ് ഏറ്റവും വലിയ പോയിന്റ്. വാണ്ട ആർട്ടിഫിഷ്യലായിട്ട് പുതിയൊരു വിഷനെ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് ഒരിക്കലും മരിച്ചുപോയ ഒരാൾക്ക് പകരമാവാൻ അയാൾക്ക് പറ്റില്ല. അത് വാണ്ട മനസ്സിലാക്കി. ഇനിയിപ്പോ വാണ്ട പുതിയൊരു വിഷൻ ഉണ്ടാക്കിയാൽ പോലും അയാൾ പതുക്കെ സ്വന്തം നിലനിൽപ്പ് അല്ലെങ്കിൽ എക്സിസ്റ്റൻസിനെ പറ്റി ചോദ്യം ചെയ്യാൻ തുടങ്ങും. പണ്ടുണ്ടായിരുന്ന വിഷൻ അല്ല ഇത് എന്ന് ഓരോ മൊമെന്റിലും വാണ്ടയ്ക്ക് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഇതൊരിക്കലും ഒരു നല്ല സൊല്യൂഷൻ ആയിരിക്കില്ല എന്ന് വാണ്ട മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടായിരിക്കും വാണ്ട ഇനി അതിനെ ട്രൈ ചെയ്യാത്തത്. പക്ഷെ വേണമെന്ന് വെച്ചാൽ വാണ്ടയ്ക്ക് ഇനി ഒരു വിഷൻ ഉണ്ടാക്കാനൊക്കെ പറ്റും. വാണ്ട ഒരു ഹീറോയിൻ ആണോ അതോ വില്ലനാണോ? മിക്ക ആളുകളും വില്ലന്മാരായി മാറുന്നത് അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും. താനോസിനെ സംബന്ധിച്ച് അയാൾക്ക് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും കൈയടക്കണം എന്ന് വെച്ചിട്ടല്ല അയാൾ വില്ലനായത്. ഈ യൂണിവേഴ്സിനെ മൊത്തത്തിൽ കൂടുതൽ നല്ലൊരു പ്ലേസ് ആക്കി മാറ്റണം, അതിനുവേണ്ടി നന്മ ചെയ്യണം എന്നുള്ള ചിന്തയിൽ നിന്ന് തന്നെയാണ് താനോസ് പകുതി പേരെ മാച്ചു കളയണമെന്ന് തീരുമാനിക്കുന്നതും അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതും. അതിനുവേണ്ടി അദ്ദേഹം തെരഞ്ഞെടുത്ത വഴികൾ കുറച്ച് ക്രൂരമായിരുന്നു. അതുകൊണ്ടാണ് താനോസിനെ നമ്മളൊരു വില്ലനായിട്ട് കാണുന്നത്. ലോക്കിയുടെ കേസിൽ പറയുകയാണെങ്കിൽ ലോക്കി എപ്പോഴും അസ്ഗാർഡിൽ തനിക്ക് അധികാരമില്ലാത്ത പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അവന് അധികാരം വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കൈയടക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്കാണ് ലോക്കി ഒരു വില്ലനായിട്ട് മാറുന്നത്. പക്ഷെ വാണ്ടയുടെ കാര്യം നോക്ക്. വാണ്ടയ്ക്ക് അധികാരം വേണം, വാണ്ടയ്ക്ക് പണം വേണം, വാണ്ടയ്ക്ക് പവർ വേണം. ഇതൊന്നും വാണ്ടയ്ക്ക് വേണ്ട. അവൾക്കൊരു സാധാരണ ജീവിതമാണ് വേണ്ടത്. അത് അവൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ആ ഒരു സാധാരണ കുടുംബജീവിതത്തിന് വേണ്ടിയിട്ടാണ് വാണ്ട ഒരു വില്ലനായിട്ട് മാറുന്നത്. പക്ഷെ അധികാരമോ പണമോ പവറോ ഒന്നും ആഗ്രഹമില്ലാത്ത ഒരാൾ വില്ലനായി മാറിക്കഴിഞ്ഞാൽ അയാളെ തടഞ്ഞു നിർത്താൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഈ സീരീസ് കണ്ടപ്പോൾ വാണ്ടയുടെ പവർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. അതെനിക്ക് ആഗ്രഹമുണ്ട്. വാണ്ടയുടെ റിയാലിറ്റി ചേഞ്ചിങ് പവർ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അത് കമന്റ് ചെയ്യൂ. വാണ്ട ഉണ്ടാക്കുന്ന മാറ്റങ്ങൾക്ക് ഹെക്സ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ ശരിക്കും നിലനിൽപ്പുള്ളൂ. അപ്പോൾ ഹെക്സ് പോയി കഴിഞ്ഞിട്ടും അഗതിയുടെ മേൽ വാണ്ട വരുത്തിയ മാറ്റം എങ്ങനെയാണ് നിലനിൽക്കുക? ഈ ഹെക്സ് എന്ന് പറയുന്ന സാധനം വാണ്ട വേണമെന്ന് വിചാരിച്ച് ക്രിയേറ്റ് ചെയ്തതല്ല. അത് ഓട്ടോമാറ്റിക്കലി അവളുടെ പവർ കാരണം പെട്ടെന്ന് ഉണ്ടായിപ്പോയതാണ്. പക്ഷെ അഗതയുടെ മേൽ വാണ്ട വരുത്തുന്ന ചേഞ്ച് അവൾ വേണമെന്ന് വിചാരിച്ച് വരുത്തുന്ന ചേഞ്ചാണ്. അതുകൊണ്ട് ഹെക്സ് പോയി കഴിഞ്ഞാലും ആ ചേഞ്ച് അങ്ങനെ തന്നെ നിലനിൽക്കും. ഫോർ എക്സാമ്പിൾ, മോണിക്കയുടെ ബുള്ളറ്റ് പ്രൂഫ് സ്യൂട്ട് ഹെക്സിന്റെ പുറത്തേക്ക് വന്ന് കഴിയുമ്പോഴും അതുപോലെ തന്നെയാണല്ലോ നിൽക്കുന്നത്. അത് വേറെ ഉദാഹരണം മാത്രമാണ്. ഹെക്സ് പോയി കഴിയുമ്പോൾ മാഞ്ഞു പോകുന്നത് വാണ്ട സൃഷ്ടിച്ച കാര്യങ്ങൾ മാത്രമാണ്. വിഷനും പിള്ളേരും. ഹെക്സ് കാരണം ചേഞ്ച് വന്നത് മാത്രമാണ് ഹെക്സ് മാഞ്ഞു പോകുമ്പോൾ കൂടെ തിരിച്ച് പഴയതുപോലെ ആവുന്നത്. അഗത അങ്ങനെയായി മാറിയത് ഹെക്സ് കാരണമല്ല, അത് വാണ്ട നേരിട്ട് ചെയ്തതാണ്. മോണിക്ക റാംബോയുടെ പവർ എന്താണ് ഹെക്സ് പോയിട്ട് നശിക്കാത്തത്? ഇതും മറ്റൊരു നല്ല ചോദ്യമാണ്. ഹെക്സിലൂടെ കടന്നു പോയപ്പോ മോണിക്കയുടെ DNA ലെവലിൽ ചേഞ്ച് വന്നതുകൊണ്ടാണ് അവൾക്ക് ഈ സൂപ്പർ പവർ കിട്ടുന്നത്. അപ്പോൾ ഹെക്സ് പോയി കഴിഞ്ഞാലും അവൾക്ക് വന്ന ചേഞ്ച് അങ്ങനെ തന്നെ ഉണ്ടാവും. അടുത്തത് വളരെ നല്ലൊരു പോയിന്റ് ആണ്. വാണ്ടയ്ക്ക് 6 ഇൻഫിനിറ്റി സ്റ്റോണിന്റെ പവറും ഉണ്ടല്ലോ. ആക്ച്വലി വാണ്ടയ്ക്ക് 6 ഇൻഫിനിറ്റി സ്റ്റോണിന്റെ പവറും ഇല്ല. പക്ഷെ ഒന്നും ആലോചിച്ച് നോക്ക്. ആളുകളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ള മൈൻഡ് സ്റ്റോണിന്റെ പവർ വാണ്ടയ്ക്കുണ്ട്. മൈൻഡ് സ്റ്റോണിന്റെ ഒരു അംശവും വാണ്ടയുടെ ഉള്ളുണ്ട്. റിയാലിറ്റി ചേഞ്ച് ആയുള്ള റിയാലിറ്റി സ്റ്റോണിന്റെ പവർ അതും വാണ്ടയ്ക്കുണ്ട്. 2 പുതിയ ജീവനുകൾക്ക് വാണ്ട മാജിക് ഉപയോഗിച്ച് നിലനിൽപ്പ് കൊടുക്കുകയാണ്. അതായത് സോൾ സ്റ്റോണിന്റെ പവറും വാണ്ടയ്ക്കുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ആവാനുള്ള സ്പേസ് സ്റ്റോണിന്റെ പവറും വാണ്ടയ്ക്കുണ്ട്. ഉരുകൊണ്ട് നിർമ്മിച്ച വാളിനെ പോലും 2 കഷ്ണമാക്കാൻ പറ്റിയ പവർ സ്റ്റോണിന്റെ പവറും വാണ്ടയ്ക്കുണ്ട്. പിന്നെ ടൈമിന് മാറ്റം വരുത്താൻ മാത്രം വാണ്ടയ്ക്ക് പറ്റില്ല. അപ്പോൾ ടൈം സ്റ്റോണിന്റെ പവർ അവൾക്ക് ഇല്ലെന്ന് പറയാൻ പറ്റുമെങ്കിലും അവൾക്ക് റിയാലിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇഷ്ടമുള്ള രംഗങ്ങൾ റിവൈൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനും ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാനും ഒക്കെ അവൾക്ക് പറ്റും. ടൈം സ്റ്റോൺ വെച്ചും അങ്ങനെ ചെയ്യാറുണ്ട്. ഞാനതൊക്കെ പറഞ്ഞു തന്നിരാന്ന് വെച്ചാൽ ആ സ്റ്റോണുകളൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെറിയൊരളവിൽ വാണ്ടയ്ക്കും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതാണ്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ പറയാൻ വിട്ടുപോയ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫേക്ക് പീറ്റർ ഉണ്ടല്ലോ, അതായത് വെസ്റ്റ് വ്യൂവിൽ ഉണ്ടായിരുന്ന റാൽഫ്. ഈ റാൽഫിനെ അന്വേഷിച്ചാണ് നമ്മുടെ ജെയിംസ് വു ആദ്യമായിട്ട് വെസ്റ്റ് വ്യൂവിലേക്ക് വരുന്നത്. അത് ജെയിംസ് വു മോണിക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ പറയുന്നുണ്ട്. അവനെ കാണാതായപ്പോഴാണ് വു അന്വേഷണങ്ങൾ തുടങ്ങുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളിൽ മിക്കവർക്കും മനസ്സിലായിട്ടുണ്ടാവും, നമ്മളുടെ വാണ്ട സ്കാർലറ്റ് വിച്ച് ആയിട്ട് മാറുന്ന രംഗമുണ്ടല്ലോ. ഈ ഒരു രംഗവും ഈ സ്കാർലറ്റ് വിച്ചിന്റെ രൂപവുമാണ് വാണ്ടയ്ക്ക് മൈൻഡ് സ്റ്റോൺ ഫ്യൂച്ചറിലേക്കുള്ള ഒരു
ഒരു വിഷൻ പോലെ കാണിച്ചു കൊടുക്കുന്നത്. ഇത് കണ്ടു കഴിയുമ്പോഴാണ് വാണ്ട ബോധം കെട്ട് വീഴുന്നതും. ശരിക്കും ഡാർസി ലാസ്റ്റ് അവിടെ പോയി, അതും നമ്മളോട് കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ മൊത്തം മിഷനോട് ഡാർസിക്ക് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ടൈലർ ഹേവാർഡിനോടും സോഡിന്റെ ടീമിനോടും അവൾക്ക് ദേഷ്യമായിരുന്നു. അവരവൾക്ക് ചോദിച്ചപ്പോൾ കോഫി കൊടുത്തില്ല. പിന്നെ അവളെ അവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോയതുകൊണ്ടാണ് അവളും ഹെക്സിന്റെ ഉള്ളിൽ അകപ്പെട്ടു പോയത്. പിന്നെ അവൾക്ക് അവിടെ ഒരു ജോക്കറിനെ പോലെ നിൽക്കേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ ആയപ്പോ ഡാർസിക്ക് ഇത് മടുത്തിട്ടുണ്ടാവും. ലാസ്റ്റ് ടൈലർ ഹേവാർഡിനെ വണ്ടി ഇടിപ്പിച്ചു കഴിഞ്ഞ് അവൾ ഉടനെ അവിടുന്ന് സ്ഥലം വിട്ടിട്ടുണ്ടാവും. എന്നിട്ട് വീണ്ടും അവളുടെ റിസർച്ചും മറ്റു കാര്യങ്ങളുമായിട്ട് ഡാർസി മുന്നോട്ട് പോകുന്നുണ്ടാവും. ബ്രോ, അപ്പോൾ വൈറ്റ് വിഷന് മൈൻഡ് സ്റ്റോണിന്റെ പവർ ഉണ്ടാവുമോ? വൈറ്റ് വിഷന് മൈൻഡ് സ്റ്റോണിന്റെ പവർ ഉണ്ടാവാൻ ചാൻസ് തീരെയില്ല. വാണ്ടയാണ് വൈറ്റ് വിഷനെ ക്രിയേറ്റ് ചെയ്തതെങ്കിൽ അവന് മൈൻഡ് സ്റ്റോണിന്റെ ഒരു പവർ ഉണ്ടാവുമായിരുന്നു. പക്ഷേ അങ്ങനെ മൈൻഡ് സ്റ്റോണിന്റെ പവർ ഉള്ളതായിട്ട് ഒരു സൂചനയും വൈറ്റ് വിഷന്റെ ശരീരത്തിൽ നിന്ന് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ബ്രോ, കേരള സ്റ്റോറിയെ പറ്റി വിഷന്റെ അഭിപ്രായം എന്തായിരിക്കും? ആക്ച്വലി കേരള സ്റ്റോറിയെ പറ്റി വിഷ്ണു അഭിപ്രായം പറയാൻ പോയതായിരുന്നു. എന്തൊരു മണ്ടി, ഐ ആം സോ സ്റ്റുപ്പിഡ്. ഇത്ര ബോറിംഗ് ലൈഫ് ഒന്നും അല്ലാണ്ട്. പക്ഷെ ഈ ഭാഷ ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ അവന്റെ സിസ്റ്റം തന്നെ ക്രാഷ് ആയി പോയി. അതുകൊണ്ടാണ് വിഷ്ണു അഭിപ്രായം ഒന്നും പറയാൻ പറ്റാത്തത്. മൈൻഡ് സ്റ്റോൺ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ എല്ലാവരും മരിച്ചു. പക്ഷെ വാണ്ടയും പീട്രോയും മരിച്ചില്ല. വാണ്ടയ്ക്ക് സൂപ്പർ പവർ ഉണ്ട്, പക്ഷെ പീട്രോ ഒരു സാധാരണ വ്യക്തിയല്ലേ, പിന്നെ അവൻ എന്താ മരിക്കാത്തത്? അതായത് ഇവർ രണ്ടുപേരും ഇരട്ടകളാണല്ലോ. വാണ്ടയുടെ ഉള്ളിൽ ജന്മന കഴിവുള്ളതുപോലെ പീട്രോയുടെ ഉള്ളിലും ജന്മന ഈ സൂപ്പർ പവർ ഉണ്ടായിരുന്നു. പക്ഷെ മൈൻഡ് സ്റ്റോൺ വെച്ചുള്ള പരീക്ഷണത്തിന്റെ ഇടയ്ക്കാണ് ഇവരുടെ രണ്ടുപേരുടെയും ഈ കഴിവുകൾ അൺലോക്ക് ചെയ്യപ്പെടുന്നത്. ഇതാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ രണ്ടുപേർക്കും ഉള്ളിൽ പവർ ഒളിഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് എക്സ്പെരിമെന്റിൽ മരിച്ചു പോകാത്തത്. ബ്രോ, വിഷന് കുട്ടികളുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ആക്ച്വലി വിഷന് വാണ്ടയുടെ കുട്ടികളുമായിട്ട് വലിയ കണക്ഷൻ ഒന്നുമില്ല. വിഷ്ണുയും കുട്ടികളെയും വാണ്ട സെപ്പറേറ്റ്ലി ക്രിയേറ്റ് ചെയ്തതാണ്. അവർ തമ്മിൽ പരസ്പരം അച്ഛനും മക്കളും എന്നുള്ള സ്നേഹബന്ധം മാത്രമേ ഉള്ളൂ. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇരട്ട കുട്ടികളെ വേണമെന്ന് അവർ നേരത്തെ വിചാരിച്ചിരുന്നില്ല. വാണ്ട മോന് ബില്ലി എന്നും വിഷൻ മോന് ടോമി എന്നും പേരിടാനായിരിക്കും വിചാരിച്ച്. ആ ആഗ്രഹത്തിൽ നിന്നാവും രണ്ടുപേർക്കും ഇഷ്ടമുള്ള പേരിടാൻ വേണ്ടി 2 കുട്ടികൾ ജനിക്കുന്നത്. അപ്പോൾ വാണ്ടയ്ക്ക് 2 കുട്ടികൾ ജനിക്കാൻ വിഷനും ഇൻഡയറക്ട്ലി ഒരു കാരണക്കാരനായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നീ എന്റെ മകൻ തന്നെയാണ്. ബ്രോ, നത്താഷ ഫ്യൂച്ചറിൽ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടോ? നത്താഷ തിരിച്ചു വരാൻ ചെറിയൊരു സാധ്യത മാത്രമേ ഉള്ളൂ. കാരണം മാർവലും നത്താഷ റൊമനോഫായിട്ട് അഭിനയിച്ച സ്കാർലറ്റ് ജൊഹാൻസനും തമ്മിൽ ഒരു വലിയ കേസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ബ്ലാക്ക് വിഡോ എന്ന് പറയുന്ന സിനിമയെ ചുറ്റിപ്പറ്റിയായിരുന്നു ആ കേസ്. പിന്നെ ആ കേസൊക്കെ ഒത്തുതീർപ്പായി ഇപ്പൊ മാർവലിന്റെ ഏതൊരു പ്രൊജക്ടിന് വേണ്ടി സ്കാർലറ്റ് ജൊഹാൻസനും ഒരു പ്രൊഡ്യൂസറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷേ നത്താഷ റൊമനോഫ് എന്ന് പറയുന്ന ആ ക്യാരക്ടർ സോൾ സ്റ്റോണിന് വേണ്ടി മരിച്ചുപോയി. അപ്പൊ ഇനി ആ ക്യാരക്ടറിനെ തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ മൾട്ടിവേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് വേറെ ഏതെങ്കിലും യൂണിവേഴ്സിൽ ജീവിച്ചിരിക്കുന്ന ഒരു നത്താഷ റൊമനോഫിനെ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിന് സാധ്യതയില്ല. കമന്റുകൾ നോക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഞാനത് ശ്രദ്ധിച്ചത്. മിസ്റ്റർ ജെയ്സ് ബിനു ചോദിച്ച വളരെ മീനിങ് ഫുൾ ആയ ഒരു കമന്റ്. ഡോക്ടർ ഡൂം ചായ കുടിച്ചോ? ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടും. ഇത് പലരും ചോദിച്ച സംശയമാണ്. വാണ്ട എല്ലാം സബ് കോൺഷ്യസ്ലി ആണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ചില സമയത്ത് വാണ്ട റിയാലിറ്റിയിലേക്ക് വരുന്നുണ്ടല്ലോ. ചില സമയത്ത് അവൾക്ക് അവളുടെ റിയൽ ലൈഫ് ഓർമ്മ വരുന്നുണ്ട്. മരിച്ചുപോയ പീട്രോയും വിഷ്ണയും ഓർമ്മ വരുന്നുണ്ട്. കഴിഞ്ഞുപോയ കാലം ഓർമ്മ വരുന്നുണ്ട്. ഉള്ളിലേക്ക് സോഡ് ഡ്രോൺ അയക്കുമ്പോൾ അവള് തൂക്കി പിടിച്ച് പുറത്തേക്ക് ചെന്ന് എല്ലാവരെയും വാൺ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ശരിക്കും വാണ്ടയുടെ സൈക്കോളജി? ഇത് ഞാൻ പറയാം, പക്ഷെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം കേൾക്കാൻ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ആദ്യം നമുക്ക് നമ്മളുടെ കാര്യം നോക്കാം. നമ്മൾക്കും റിയാലിറ്റിയെ ആവശ്യമുള്ളപ്പോൾ മറക്കാനും ആവശ്യമുള്ളപ്പോൾ ഓർക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. എന്നാൽ സത്യമാണ്. നമ്മളെല്ലാവരും ചിക്കനും ബീഫൊക്കെ കഴിക്കാറുണ്ട്. പക്ഷെ നമ്മൾക്ക് എത്ര പേർക്ക് നമ്മളുടെ കൈകൊണ്ട് ഈ കോഴിയും പോത്തിനൊക്കെ കൊല്ലാൻ പറ്റും? ഭൂരിഭാഗം പേർക്കും പറ്റില്ല. അതുപോട്ടെ, എത്ര പേർക്ക് അതിനെ പോയി കൊല്ലുന്നത് നോക്കി നിൽക്കാൻ പറ്റും? അതിനും ഭൂരിഭാഗം പേർക്കും പറ്റില്ല. പക്ഷെ ഇത് ചിക്കൻ 65 ആയിട്ടും ബീഫ് റോസ്റ്റും ആയിട്ടൊക്കെ നമ്മളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നമ്മളതിന്റെ ടേസ്റ്റ് കാരണം വേറെ ഒന്നും ആലോചിക്കില്ല. നമ്മൾ അതങ്ങോട്ട് അടിച്ചു കയറ്റും. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കറിയാം, ഒരു ജീവിയെ കൊന്നു കളഞ്ഞിട്ട് അല്ലെങ്കിൽ അതിനെ വേദനിപ്പിച്ചിട്ടാണ് അതിന്റെ ഇറച്ചി നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ ഇരിക്കുന്നതെന്ന്. ആ ജീവി വേദനിച്ച് പിടഞ്ഞായിരിക്കും മരിച്ചത്, ചോര ചീറ്റി. നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കാറുണ്ടോ? ഇത് നിങ്ങൾക്കറിയാം, എന്നാലും നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ സമയത്ത് നിങ്ങൾ ഭക്ഷണത്തിനെ പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത്, അതിന്റെ ടേസ്റ്റിനെ പറ്റി. അതിന്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാമെങ്കിലും അത് ആലോചിച്ചാൽ നിങ്ങളുടെ മൂഡ് പോവും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അത് ബോധപൂർവം ഓർക്കാതിരിക്കുന്നു. ശരിയല്ല ഞാൻ പറഞ്ഞത്? അപ്പൊ അങ്ങനെ ചെയ്യാനുള്ള കഴിവ് നമ്മൾക്കുണ്ട്. ഇനി ഏറ്റവും റിലേറ്റബിൾ ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി പറയാം. നിങ്ങൾ എന്തിനാ എന്റെ എക്സ്പ്ലനേഷൻ വന്ന് കാണുന്നത്? നിങ്ങൾ എന്തിനാ മാർവൽ സിനിമകൾ കാണുന്നത്? പോട്ടെ, നിങ്ങൾ എന്തിനാ സിനിമകളും സീരീസും ഒക്കെ കാണുന്നത്? നിങ്ങൾക്കറിയാം അത് ശരിക്കുള്ള കഥയല്ലെന്ന്. അത് ആരോ എഴുതി, ആരോ ഡയറക്ട് ചെയ്ത്, കുറെ പേര് അഭിനയിച്ച്, കുറെ പേര് എഡിറ്റ് ചെയ്ത് വരുന്ന ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാത്രമാണ്. പിന്നെ എന്തിനാ നിങ്ങൾക്ക് അതിന്റെ പിന്നാലെ സീരിയസ് ആയിട്ട് ഇങ്ങനെ പോകുന്നത്? ഞാനെന്തിനാ ഇത് ഇത്ര കാര്യമായിട്ടിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അത് ശരിക്കുള്ള റിയാലിറ്റി അല്ലാന്ന് എനിക്ക് അറിയാമല്ലോ, നിങ്ങൾക്കും അറിയാമല്ലോ. പിന്നെ എന്തിന്? അവിടെയാണ് ഇതിന്റെ പ്രസക്തി. ഈ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ആയാലും ഹാരി പോട്ടർ ആയാലും ഗെയിം ഓഫ് ത്രോൺസ് ആയാലും വേറെ ഏത് സിനിമയോ സീരീസോ ആയാലും അത് റിയാലിറ്റി അല്ല എന്നറിഞ്ഞിട്ടും നമ്മൾ അതിൽ വിശ്വസിക്കുകയും ആ സിനിമകൾ കാണാൻ പോവുകയും അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും അതിന്റെ എക്സ്പ്ലനേഷൻ ഇടുകയും അത് കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം നമ്മളുടെ ഉള്ളിൽ നമ്മൾക്കറിയാം
ഇത് റിയൽ അല്ല എന്ന്. എന്നിട്ട് നമ്മൾ ഇതിനൊക്കെ വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ട്, അതിനുവേണ്ടി മെനക്കെടുന്നുണ്ട്. അത് തന്നെയല്ലേ ഇതിന്റെ ഏറ്റവും വലിയ തെളിവ്. നമ്മൾക്ക് ആവശ്യമുള്ള സമയത്തേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഓർക്കാനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർക്കാതിരിക്കാനുമുള്ള ഒരു കഴിവുണ്ട്. അത് നമ്മൾ പോലും അറിയുന്നില്ല എന്ന് മാത്രം. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴായിരിക്കും നിങ്ങൾ പലരും ഇത് ശ്രദ്ധിക്കുന്നത്. ഒരു മനുഷ്യനായ നമ്മൾക്ക് വരെ ഇത്രയും കഴിവുണ്ടെങ്കിൽ നമ്മളുടെ വാണ്ടയ്ക്ക് എന്തുമാത്രം കഴിവുണ്ടായിരിക്കും. അവൾ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയി പൊട്ടിത്തെറിച്ച സമയത്ത് അവൾ പോലും അറിയാതെ ഒരു പുതിയ റിയാലിറ്റി ക്രിയേറ്റ് ആയി. അതെങ്ങനെ ക്രിയേറ്റ് ആയി എന്നതിനെ പറ്റി അവൾക്ക് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ അവൾക്കറിയാം ഇതല്ല ഒറിജിനൽ, ഇതൊരു ഫേക്ക് റിയാലിറ്റിയാണ്. പക്ഷെ ഇപ്പൊ തനിക്ക് ആവശ്യമുള്ളതൊക്കെ തന്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഇനി മുതൽ ഇതാണ് എന്റെ റിയാലിറ്റി. ഞാൻ ഇവിടെ ജീവിക്കുന്നു, സന്തോഷവും സമാധാനവുമായിട്ട് വിഷന്റെയും പിള്ളേരുടെയും അയൽക്കാരുടെയും കൂടെ ഞാൻ എന്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതാണ് എന്റെ റിയാലിറ്റി. പഴയ കാര്യങ്ങൾ എനിക്ക് ഓർക്കാൻ ആഗ്രഹമില്ല, അത് ഞാൻ ബോധപൂർവ്വം എന്റെ മനസ്സിൽ നിന്ന് കളയുന്നു. ഇങ്ങനെയാണ് വാണ്ട ചിന്തിക്കുന്നത്. അതൊരു കാര്യം. നമ്മൾ പുറത്തെ റിയാലിറ്റിയൊക്കെ മറന്ന് ഒരു സിനിമാ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണാമെന്ന് വെക്കുക. ആ സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കൂ, ഇതൊന്നും ഒറിജിനൽ അല്ല, ഇതൊക്കെ വെറും അഭിനയം മാത്രം, റിയൽ വേൾഡ് തിയേറ്ററിന്റെ പുറത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതിലൊന്നും ഒരു കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണോ നമ്മൾ സിനിമ കാണാറ്? അല്ല. ആ സമയത്ത് നമ്മൾ അതിൽ മുഴുകിയിരുന്ന് സിനിമ കാണും. തൽക്കാലത്തേക്ക് നമ്മളുടെ ശരിക്കുള്ള ജീവിതത്തെ പറ്റി അല്ലെങ്കിൽ റിയാലിറ്റിയെ പറ്റി നമ്മൾ മറക്കും. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ എന്ന് കരുതി പെട്ടെന്ന് ആ തിയേറ്ററിലേക്ക് ഒരു പാമ്പ് കയറി വന്നു എന്ന് കേട്ടാൽ നിങ്ങൾ വീണ്ടും അവിടെ ഇരുന്ന് സിനിമ കാണോ അതോ പുറത്തേക്ക് ഇറങ്ങി ഓടും? ഒന്നുകിൽ പുറത്തേക്ക് ഓടാൻ നോക്കും, അല്ലെങ്കിൽ പാമ്പിനെ കൊല്ലാൻ നോക്കും, അല്ലെങ്കിൽ പാമ്പിനെ പുറത്താക്കും. ഇതല്ല ചെയ്യുക. ഇത് തന്നെയാണ് വാണ്ടയും ചെയ്യുന്നത്. നമ്മൾ റിയാലിറ്റിയെ മറന്ന് തിയേറ്ററിന്റെ ഉള്ളിൽ സിനിമ കാണുന്നത് പോലെ വാണ്ട ക്രിയേറ്റ് ചെയ്ത ഫേക്ക് റിയാലിറ്റിയിൽ വാണ്ട അങ്ങോട്ട് ജീവിച്ചു പോവാണ്. അവൾ അവളുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഇതാണ് ഇനി എന്റെ റിയാലിറ്റി എന്ന്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് മോണിക്കയെ പോലെ അല്ലെങ്കിൽ സ്പോട്ടിന്റെ ആളുകളെ പോലെ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ, സ്പോട്ട് ഡ്രോൺ അയക്കുമ്പോൾ അത് തിയേറ്ററിലേക്ക് ഒരു പാമ്പ് കയറിയെന്ന പോലെയാണ്. തന്റെ മനോഹരമായിട്ടുള്ള ജീവിതം അല്ലെങ്കിൽ പുതിയ റിയാലിറ്റി കളയാൻ വേണ്ടി പുറത്തുനിന്ന് ആരെങ്കിലും കയറി വരുമ്പോൾ അല്ലെങ്കിൽ അതിന് ശ്രമിക്കുമ്പോൾ വാണ്ട തീർച്ചയായിട്ടും തിരിച്ചടിക്കാൻ നോക്കില്ലേ? അതാണ് വാണ്ട ചെയ്യുന്നുള്ളൂ. ആ സമയത്ത് വാണ്ട ശരിക്കുള്ള റിയാലിറ്റിയിലേക്ക് വരും. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് പോകുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ആ റിയാലിറ്റിയിൽ വിശ്വസിച്ച് പഴയ കാര്യങ്ങൾ മറന്നു കളഞ്ഞ് ജീവിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇതിലും കൂടുതലായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഇതാണ് എന്റെ ലിമിറ്റ്. ബ്രോ വാണ്ടയ്ക്ക് മൈൻഡ് സ്റ്റോൺ ഉണ്ടാക്കിയ പോലെ ബാക്കി ഇൻഫിനിറ്റി സ്റ്റോൺസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അതിന് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റില്ല. വാണ്ട മൈൻഡ് സ്റ്റോണിന്റെ ഒരു കോപ്പിയാണ് ഉണ്ടാക്കിയത്, അല്ലാതെ കറക്റ്റ് ആ മൈൻഡ് സ്റ്റോൺ അല്ല. ഈ 6 ഇൻഫിനിറ്റി സ്റ്റോണുകൾ എന്ന് പറയുന്നത് പ്രപഞ്ചം ഉണ്ടായ സമയത്തെ നിലവിൽ വന്നതാണ്. അങ്ങനെ ഇത്രയും പവർഫുൾ ആയ സാധനങ്ങളെ നിർമ്മിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാന്ന് പറയുന്നത് സത്യത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. വാണ്ടയുടെ പവറിനെ തുറന്നു വിട്ടത് മൈൻഡ് സ്റ്റോൺ ആണ്. മൈൻഡ് സ്റ്റോണിന്റെ ഒരു അംശം വാണ്ടയുടെ ഉള്ളുണ്ട്. അതുകൊണ്ടുകൂടി ആയിരിക്കണം വാണ്ടയ്ക്ക് ഈസി ആയിട്ട് പുതിയൊരു മൈൻഡ് സ്റ്റോണിന്റെ കോപ്പി നിർമ്മിക്കാൻ സാധിച്ചത്. അതും ഹെക്സിനുള്ളിൽ മാത്രമേ അത് നിലനിൽക്കൂ. ഹെക്സിനുള്ളിൽ മാത്രമേ ആ മൈൻഡ് സ്റ്റോണിന് പവർ ഉണ്ടാവൂ. ഇതേ മൈൻഡ് സ്റ്റോണിനെ പൊട്ടിച്ചു കളയാൻ സാധിച്ച ഒരാളുമാണ് വാണ്ട. ഞാൻ ഇതുവരെ പറഞ്ഞത് വാണ്ടയുടെ കാര്യമാണ്. പക്ഷെ വാണ്ട സ്കാർലറ്റ് വിച്ച് ആയി കഴിഞ്ഞാൽ കളി മാറുന്നു. ഈ ഇൻഫിനിറ്റി സ്റ്റോണുകളെ ടോണി സ്റ്റാർക്ക് പരിശോധിച്ച് നോക്കിയതാണ്. ഇതും ഉണ്ടായിരിക്കുന്നത് ആറ്റങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ്. സോ വാണ്ടയ്ക്ക് അതിനെ മാറ്റിമറിക്കാൻ പറ്റും. വാണ്ടയ്ക്ക് ഇൻഫിനിറ്റി സ്റ്റോണുകളെ തകർക്കാൻ സാധിക്കും. ചില ഇൻഫിനിറ്റി സ്റ്റോണുകളുടെ കാര്യത്തിൽ ഒരു പക്ഷേ വ്യത്യാസം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ സോൾ സ്റ്റോൺ. ഒരു ആത്മാവ് കൊടുക്കുമ്പോഴാണ് ഒരാൾക്ക് സോൾ സ്റ്റോൺ കിട്ടുന്നത്. സോ അതിനെ തകർക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവാം. പിന്നെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം, മൈൻഡ് സ്റ്റോൺ ക്രിയേറ്റ് ചെയ്തു എന്ന് വെച്ച് എല്ലാ സ്റ്റോണുകളും ക്രിയേറ്റ് ചെയ്യാൻ വാണ്ടയ്ക്ക് പറ്റണമെന്നില്ല. ഒരുപക്ഷെ അതിന്റെ കോപ്പി ഉണ്ടാക്കാം, പക്ഷെ ഒറിജിനലിന്റെ അത്ര പവർഫുൾ ആയിരിക്കണമെന്നില്ല. ഇതൊക്കെ നമ്മളുടെ ഊഹങ്ങളാണ്. എന്തുകൊണ്ട് ഡോക്ടർ സ്ട്രേഞ്ച് അഗത അല്ലെങ്കിൽ വാണ്ട മാജിക് യൂസ് ചെയ്യുന്നത് കണ്ടുപിടിച്ചില്ല? ഒന്നാമത്തെ കാര്യം, കഥയിൽ ചോദ്യമില്ല എന്ന് പറയാൻ പറ്റും. ഈ സമയത്ത് ഡോക്ടർ സ്ട്രേഞ്ച് വേറെ എന്തെങ്കിലും തിരക്കിലായിരുന്നിട്ടുണ്ടാവും. അത് മാത്രമല്ല, ഡോക്ടർ സ്ട്രേഞ്ചും ടീമും ഭൂമിക്ക് പുറത്തുനിന്ന് വരുന്ന മാജിക് അറ്റാക്സിനെയാണ് തടയുന്നത്. അഗതയും വാണ്ടയൊക്കെ ഭൂമിക്ക് അകത്തുനിന്ന് തന്നെ ഈ മാജിക് യൂസ് ചെയ്യുന്നവരാണ്. അങ്ങനെ ഭൂമിക്ക് അകത്ത് മാന്ത്രിക ശക്തിയുള്ള കമർത്താജിലില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അവരുടെ എല്ലാവരുടെയും കാര്യം നോക്കാൻ ഡോക്ടർ സ്ട്രേഞ്ചിനും കമർത്താജിലുള്ളവർക്കും പറ്റിയെന്ന് വരില്ല. ഇതേപോലെ തന്നെ വേറെ പലരും ചോദിക്കുന്നുണ്ട്, വാണ്ട ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവെഞ്ചേഴ്സ് എവിടെയായിരുന്നു? അതിനും കഥയിൽ ചോദ്യമില്ല എന്ന് പറയാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓരോ ഹീറോകളുടെയും സിനിമ എടുത്ത് നോക്കുമ്പോൾ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ചിലപ്പോൾ അവർ ഒറ്റയ്ക്കായിരിക്കും തീർക്കുന്നത്. അവിടെ വേറെ ഹീറോസിനോ അവെഞ്ചേഴ്സിനോ പ്രസക്തി ഉണ്ടാവില്ല. ഇപ്പൊ തോർ ഡാർക്ക് വേൾഡിൽ അങ്ങനെയൊക്കെ നടന്ന സമയത്ത് വേറെ അവെഞ്ചേഴ്സ് എവിടെയായിരുന്നു? നമ്മൾ തോറിനെ മാത്രമല്ല അവിടെ കണ്ടുള്ളൂ. ഡോക്ടർ സ്ട്രേഞ്ച് സിനിമയിൽ ഡോർമാമ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് ബാക്കിയുള്ള അവെഞ്ചേഴ്സ് എവിടെയായിരുന്നു? നമ്മളവിടെ ഡോക്ടർ സ്ട്രേഞ്ചിനെ മാത്രമല്ല കണ്ടുള്ളൂ. ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയിൽ ഈഗോ മറ്റ് പ്ലാനറ്റുകളിൽ നട്ടയാളുടെ വിത്ത് മുളപ്പിക്കുന്നുണ്ട്. അപ്പൊ ഭൂമിയിലോ അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ സമയത്ത് ബാക്കിയുള്ള അവെഞ്ചേഴ്സ് എവിടെയായിരുന്നു? ഇങ്ങനെയൊക്കെ ചോദിച്ചു പോയാൽ അതിന് ഉത്തരം കിട്ടില്ല. പിന്നെ വാണ്ടൈ ചെയ്ത കാര്യങ്ങൾ ഒരു 1-2 ആഴ്ച നീണ്ടു നിൽക്കുന്നത് മാത്രമായിരുന്നു. അതും വെസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കുഴപ്പമായിരുന്നു ഇത്. അപ്പൊ കൂടുതൽ പേര് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പിന്നെ എൻഡ് ഗെയിം കഴിഞ്ഞ് കുറച്ചാഴ്ചകളാവുന്നുള്ളൂ. അവെഞ്ചേഴ്സിലെ പലരും പല വഴിക്ക് പോയി, പലരും ജീവനോടെയും ഇല്ല. എല്ലാവരും അവരവരുടെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഓട്ടത്തിലാണ്. അതിന്റെ ഇടയ്ക്ക് വാണ്ട ഇങ്ങനെ ചെയ്യുന്നത് ശ്രദ്ധിക്കാൻ ആർക്കും സമയം കിട്ടിയിട്ടുണ്ടാവില്ല. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത? ബ്രോ, ഒരു 4 ഇൻഫിനിറ്റി സ്റ്റോൺ ഉള്ള താനോസ് ആണോ വാണ്ടയാണോ ഫൈറ്റ് ഉണ്ടെങ്കിൽ ജയിക്കുക? കയ്യിൽ ഇൻഫിനിറ്റി സ്റ്റോണുകളുള്ള താനോസ് ആണോ വാണ്ടയാണോ ജയിക്കുക എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ താനോസ് ആയിരിക്കാം. കാരണം അയാൾ ഒന്ന് സ്നാപ്പ് ചെയ്താൽ അയാൾക്ക് എന്തും നടത്തിയെടുക്കാൻ പറ്റും. പക്ഷെ കയ്യിൽ ഇൻഫിനിറ്റി സ്റ്റോണുകളുള്ള താനോസും സ്കാർലറ്റ് വിച്ചും തമ്മിലാണ് യുദ്ധം നടക്കുന്നതെങ്കിൽ ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. താനോസ് സ്നാപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വാണ്ട അയാളെ ഈ റിയാലിറ്റിന്ന് തന്നെ ഇല്ലാതെയാക്കും. ആളുണ്ടായിട്ട് വേണ്ട സ്നാപ്പ് ചെയ്യാൻ. ഇനി ഇൻ കേസ് സ്കാർലറ്റ് വിച്ചിന് ഇൻഫിനിറ്റി സ്റ്റോണുകൾ ഒന്നും
ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇൻഫിനിറ്റി ഗാനുലറ്റിനെ അവൾക്ക് മാറ്റിമറിക്കാൻ പറ്റും. ഗാനുലറ്റ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സ്നാപ്പ് ചെയ്യുക? താനോസ് സ്കാർലറ്റ് വിച്ച് ഒരു ഫൈറ്റ് നടന്ന നേരത്തെ ഒരു കുഴി വെട്ടി വയ്ക്കുക. കാരണം താനോസിന്റെ ബോഡി ബാക്കി കിട്ടിയാൽ കുഴിച്ചിടാൻ പറ്റും. അതിനും ചാൻസ് കുറവാണ്. വേറൊരു ഡൗട്ട്, വാണ്ടയ്ക്ക് വേണമെങ്കിൽ മരിച്ച വിഷന്റെ ബോഡി ബ്രൂസ് ബാനറിനോട് പറഞ്ഞ് ശരിയാക്കിക്കൂടെ? ഇതൊക്കെ കഥ എഴുതുന്നവരോട് പറയേണ്ടി വരും. ഒന്നാമത്തെ കാര്യം, ബ്രൂസ് ബാനറിന് റോബോട്ടിക്സ് അറിയില്ല. അയാള് ബയോളജിയുമായി ബന്ധപ്പെട്ട ഫീൽഡാണ്. വിഷനെ ശരിക്കും പറഞ്ഞ് നിർമ്മിച്ചത് നമ്മളുടെ ടോണി സ്റ്റാർക്കാണ്. അദ്ദേഹത്തിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അദ്ദേഹത്തിന്റെ റോബോട്ടിക്സ്, ഇതൊക്കെയാണ് വിഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിന്റെ കൂടെ തന്നെ ഹ്യൂമൻ സെല്ലും വൈബ്രേനിയവും തമ്മിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. തോർ അതിലേക്ക് അവന്റെ ഇടിമിന്നൽ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂടിച്ചേർന്നപ്പോഴാണ് ശരിക്കുള്ള വിഷൻ ക്രിയേറ്റ് ആവുന്നത്. അപ്പൊ വാണ്ട നേരെ പോയി ബ്രൂസ് ബാനറിനോട് എനിക്ക് പുതിയ വിഷനെ വേണമെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജേട്ടാ. മറ്റൊരു വെറൈറ്റി ഡൗട്ട്, വാണ്ടയ്ക്ക് വിഷനും ജോബൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഒരു വീട് വയ്ക്കാനുള്ള സ്ഥലം വാങ്ങിയത്? എങ്ങനെയാണ് ഈ അവഞ്ചേഴ്സിനൊക്കെ പൈസ കിട്ടുന്നത്? ഇതൊരു നല്ല സംശയമാണ്. ആക്ച്വലി ടോണി സ്റ്റാർക്ക് അല്ലെങ്കിൽ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ് ആണ് സിവിൽ വാർ വരെ അവഞ്ചേഴ്സിനെ ഫണ്ട് ചെയ്തിരുന്നത്. അവർക്കുള്ള പൈസയും കാര്യങ്ങളൊക്കെ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ് ആണ് കൊടുത്തിരുന്നത്. അല്ലാതെ വെറുതെ നടക്കില്ലല്ലോ. പണം എനിക്കൊരു പ്രശ്നമല്ല. പിന്നെ അവഞ്ചേഴ്സ് ടീമിൽ ചേരാത്ത ആളുകളും ഉണ്ടായിരുന്നു. അവർ സൈഡായിട്ട് മറ്റു പല ജോലികളും ചെയ്യുന്നുണ്ടാവും. ഉദാഹരണത്തിന് നമ്മളുടെ ആൻഡ്മാൻ അല്ലെങ്കിൽ സ്കോട്ട് ലാങ്, അവനോടുന്ന പൈസ കിട്ടിയെന്ന് വെച്ചാൽ എന്താ പറയാ, മുന്നൊരു കള്ളനായിരുന്നു. പിന്നെ പല ഷോപ്പുകളിലും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഹാങ്ക് പീമിന്റെ കൂടെ കൂടി. അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ ചിലവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ പവറുകളും അവരുടെ പ്രശസ്തിയും യൂസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ഇത്രയും പ്രശസ്തരായിട്ടുള്ള അവഞ്ചേഴ്സ് സെലിബ്രിറ്റീസിനെ പോലെ ആയിരിക്കുമല്ലോ. അവരൊരു കട ഉദ്ഘാടനം ചെയ്യാൻ പോയാൽ തന്നെ ഒരു 10-50,000 ഒക്കെ കിട്ടുമായിരിക്കും. ചുമ പറഞ്ഞാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവർക്ക് പൈസ ഉണ്ടാക്കാൻ പല വഴികളും ഉണ്ടാവും. പിന്നെ സിവിൽ വാറിൽ സോക്കോവിയ അക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അങ്ങനെ പകുതി പേര് അതിൽ ഒപ്പിടുകയും ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ഒരുപക്ഷെ അവർക്ക് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നുണ്ടാവും. അതിൽ ഒപ്പിട്ട ഒരാളായിരുന്നു നമ്മളുടെ വിഷനും. ഒരുപക്ഷെ വിഷൻ അങ്ങനെ പൈസ കിട്ടുന്നുണ്ടാവും. വിഷന് ഭക്ഷണത്തിന്റെയോ തുണിയുടെയോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അവന് കിട്ടുന്ന പൈസയൊക്കെ സേവ് ചെയ്യാനും പറ്റും. നിങ്ങളെ സാക്ഷി നിർത്തി ഇത് ഞാൻ ബഹിഷ്കരിക്കണം. പിന്നെ നമ്മളുടെ പാവം വാണ്ടയ്ക്ക് അങ്ങനെ പൈസ കിട്ടാൻ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. വിഷന് പൈസ ഉണ്ടാക്കാൻ വേറെ മാർഗ്ഗങ്ങളുണ്ട്. അവനൊരു റോബോട്ടാണ്. അവന് ഡാറ്റയൊക്കെ നന്നായിട്ട് അനലൈസ് ചെയ്യാനും കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. വിഷൻ ട്രേഡ് മാർക്കറ്റിൽ കുറച്ച് പൈസ ഇട്ടാൽ അവന് ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എപ്പോഴാണ് വില കയറുന്നത്, എപ്പോഴാണ് ലാഭം കിട്ടുക എന്നൊക്കെ. വേണമെങ്കിൽ അങ്ങനെ പൈസ ഉണ്ടാക്കാം. ഐ മീൻ ഇത് കഥയിൽ ചോദ്യമില്ല എന്ന് പറയാൻ പറ്റൂ. എങ്ങനെയൊക്കെ അവർക്ക് പൈസ കിട്ടുന്നുണ്ട്. അടുത്ത ചോദ്യം, റോബോട്ടിന് എങ്ങനെ മനുഷ്യക്കുഞ്ഞ് ജനിക്കും? കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുമെന്ന്. എന്റെ വീട്ടിൽ മാത്രമല്ല നിന്നെ കൊടകി ഏരിയ പോലും കണ്ടുപോരുത്. പാവം വാണ്ടയും വിഷ്ണു എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോട്ടെ ബ്രോ. കാര്യങ്ങളൊക്കെ അവര് നടത്തിക്കോളും. പിന്നെ സീരീസ് കണ്ടവർക്ക് അറിയാം, വിഷൻ കാരണം എല്ലാ കുഞ്ഞുങ്ങൾ ജനിച്ചിരിക്കുന്നത് അത് വാണ്ടയുടെ മാജിക് കാരണം ഉണ്ടായ കുട്ടികളാണ്. അത് ഇല്യൂഷൻ അല്ല, ആത്മാക്കളുള്ള 2 കുട്ടികൾ തന്നെയാണ് ജനിച്ചിരിക്കുന്നത്. ബ്രോ, സ്കാർലറ്റ് വിച്ചിന്റെ വസ്ത്രവും വാണ്ട ഹാലോവിൻ ഇട്ട വസ്ത്രവും ഏകദേശം ഒരുപോലെയാണല്ലോ. ഇത് കോയിൻസിഡൻസ് ആണോ അതോ ഇത് വാണ്ട മനഃപൂർവ്വം ചെയ്തതാണോ? ആക്ച്വലി ഇതൊരു കോയിൻസിഡൻസ് ആണ്. കാരണം അവൾ സ്കാർലറ്റ് വിച്ച് ആണെന്നൊന്നും വാണ്ടയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വാണ്ട ചുമ്മാ സെലക്ട് ചെയ്തൊരു ഡ്രസ്സ് ആയിരിക്കും അത്. പക്ഷേ ഇതൊരു കോമിക്സ് റെഫറൻസ് ആണ്. കോമിക്സിലെ വാണ്ടയുടെ വസ്ത്രമാണ് അവൾ ഹാലോവിൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ശരിക്കുള്ള സ്കാർലറ്റ് വിച്ച് ആവുന്ന സമയത്ത് അവൾക്ക് കിട്ടുന്ന ആ സ്യൂട്ടും ഹാലോവിൻ ഇട്ടി ഡ്രസ്സും ഒരുപാട് മാച്ചിങ് ആണ്. ആ ശരിക്കുള്ള സ്യൂട്ടിന്റെ ഒരു റെഫറൻസ് ആയിട്ടായിരിക്കും ഇത് കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ വാണ്ട തന്നെയാണല്ലോ ശരിക്കും സ്കാർലറ്റ് വിച്ച്. അപ്പൊ അവൾ പോലും അറിയാതെ അവൾക്ക് ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് അവൾ അത് എടുത്തിട്ടതായിരിക്കാം. ബ്രോ, തോർ ആണോ വാണ്ടയാണോ പവർഫുൾ? ഇങ്ങനെ ഒരു ചോദ്യം വരുന്ന എനിക്ക് തോന്നി. ഈ തോർ ഫാൻസിന്റെ പ്രശ്നം എന്താ അറിയോ? നിങ്ങൾ എല്ലാവരുമായിട്ടും തോറിന്റെ പവറിനെ കമ്പയർ ചെയ്യുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യാവസ്ഥയിൽ തോറിനാണോ സ്പൈഡർമാനാണോ ഫാൻസ് കൂടുതൽ? സ്പൈഡർമാന് തന്നെയാണ് ഫാൻസ് കൂടുതൽ. പക്ഷെ ആർക്കാണ് പവർ കൂടുതൽ? തോറിനാണ്. പിന്നെ തോറിനേക്കാൾ പവർഫുൾ ആയ മറ്റൊരു ക്യാരക്ടർ വന്നെന്ന് വെച്ച് എല്ലാവരും അയാളുടെ ഫാൻ ആവും? ഒരിക്കലുമില്ല. അതുകൊണ്ട് തോറിന്റെ വാല്യൂ കുറയോ? അതുമില്ല. നിങ്ങൾ എന്തുകൊണ്ട് തോറിന്റെ ഫാൻ ആവണമെന്ന് അറിയോ? എല്ലാം നഷ്ടപ്പെട്ട ഒരാളാണ് തോർ. അച്ഛനെ നഷ്ടപ്പെട്ടു, അമ്മയെ നഷ്ടപ്പെട്ടു, അനിയനെ നഷ്ടപ്പെട്ടു, കൂട്ടുകാരെ നഷ്ടപ്പെട്ടു, ഹൈംദാലിനെ നഷ്ടപ്പെട്ടു, കാമുകിയെ നഷ്ടപ്പെട്ടു, ജനിച്ച് ജീവിച്ച രാജ്യം നഷ്ടപ്പെട്ടു, ഒരു കണ്ണുവരെ നഷ്ടപ്പെട്ടു, അതിന്റെ കൂടെ അവന്റെ ചുറ്റികയും നഷ്ടപ്പെട്ടു. ഇത്രയൊക്കെ നഷ്ടപ്പെട്ടിട്ടും തോർ ഒരു വില്ലനാവാൻ തീരുമാനിച്ചില്ല. അതിനുള്ള എല്ലാ പവറും അവനുണ്ടായിരുന്നു. പക്ഷെ അവനൊരു ഹീറോ ആയിട്ട് നിലനിൽക്കാൻ തീരുമാനിച്ചു. അതാണ് തോറിനെ ഒരു മികച്ച ഹീറോ ആക്കുന്നത്. അത് കണ്ടിട്ടാവണം നിങ്ങൾ തോറിന്റെ ഫാൻ ആവേണ്ടത്, അല്ലാതെ പവർ കണ്ടിട്ടല്ല. അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ട് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. സാധാരണ വാണ്ടയും തോറും തമ്മിലാണ് ഫൈറ്റെങ്കിൽ തോർ ജയിക്കാനാണ് ചാൻസ്. പക്ഷെ സ്കാർലറ്റ് വിച്ചും തോറും തമ്മിലാണ് ഫൈറ്റെങ്കിൽ സ്കാർലറ്റ് വിച്ച് ആയിരിക്കും ജയിക്കാൻ പോകുന്നത്. കാരണം മാജിക്കും പവറും വേറെ വേറെ തലങ്ങളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഒരാൾ എത്ര പവർഫുൾ ആണെന്ന് പറഞ്ഞാലും മാജിക്കിന് മുന്നിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ അയൺമാൻ ഫാൻ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്ന് കരുതി ഞാനൊരിക്കലും പറയില്ല അയൺമാൻ ആണ് വാണ്ടയുടെ അടുത്ത് ജയിക്കുകയെന്ന്. സ്പൈഡർമാൻ ഫാൻസോ ക്യാപ്റ്റൻ അമേരിക്ക ഫാൻസോ ഒരിക്കലും പറയില്ല അവർക്ക് വാണ്ടയെ തോൽപ്പിക്കാൻ പറ്റുമെന്ന്. കാരണം
ശരിയാണോ അത് പറ്റില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. തോറിന്റെ കാര്യത്തേക്ക് വരുമ്പോൾ തോർ വളരെയധികം പവർഫുൾ ആണ്. ഏജിനനുസരിച്ച് അസ്ഗാർഡിയൻസിന് പവർ കൂടും. അപ്പൊ ഇനിയും ഒരുപാട് കാലം കഴിയുമ്പോൾ തോർ ഒരുപാട് പവർഫുൾ ആവും. ആ സമയത്ത് ഒരുപക്ഷെ സ്കാർലറ്റ് വിച്ചിനെ തോൽപ്പിക്കാൻ പറ്റിയേക്കാം. പക്ഷെ ഇപ്പോഴത്തെ നിലയിൽ തോറിന് സ്കാർലറ്റ് വിച്ചിനെ തോൽപ്പിക്കാൻ പറ്റില്ല. ഡോക്ടർ സ്ട്രേഞ്ച് അദ്ദേഹത്തിന്റെ മാജിക് ഉപയോഗിച്ച് ലോക്കി അരമണിക്കൂറോളം താഴേക്ക് വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു. അതിൽ നിന്ന് പുറത്തു വരാൻ ലോക്കിക്കൊന്നും സാധിച്ചില്ല. തോറിനെയും ഡോക്ടർ സ്ട്രേഞ്ച് പല സ്ഥലത്തേക്ക് അവൻ പോലും അറിയാതെ ടെലിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അതെന്താന്ന് പോലും തോറിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഡോക്ടർ സ്ട്രേഞ്ച് എന്ന് പറയുന്നത് മാജിക് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ മുന്നിൽ പോലും പതറിപ്പോകുന്നുണ്ടെങ്കിൽ സ്കാർലറ്റ് വിച്ചിന്റെ വിനാശകരമായ കായോസ് മാജിക്കിന് മുന്നിൽ തോറിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതൊരു സത്യാവസ്ഥയാണ്. ഇനി തോറിന് ജയിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വാണ്ടയെ ഇമോഷണലി വീക്ക് ആക്കണം, അല്ലെങ്കിൽ വാണ്ടയുടെ ശ്രദ്ധ തെറ്റിച്ച് അറ്റാക്ക് ചെയ്യണം. ഇത് മാത്രമേ വഴിയുള്ളൂ. നിങ്ങൾ സ്കാർലറ്റ് വിച്ചിന്റെ ശരിക്കുള്ള പവർ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. വാണ്ടയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വിചാരിക്കുന്നതിലപ്പുറത്താണ്. എന്തുകൊണ്ടാണ് വാണ്ട അവെഞ്ചേഴ്സിനോടോ പബ്ലിക്കിനോടോ സഹായം ചോദിക്കാത്തത്? ഒന്നാമത്തെ കാര്യം, വാണ്ട ഇമോഷണലി വളരെ വീക്കായിരുന്നു. പിന്നെ അവെഞ്ചേഴ്സ് 2 ചേരിയായി തിരിഞ്ഞ സമയത്ത് വാണ്ടയും ഒരു സൈഡിന്റെ കൂടെ നിന്നു. അപ്പോൾ അവൾക്ക് സഹായം ചോദിക്കാൻ പോകുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. പിന്നെ വാണ്ടയും അങ്ങനെ പോയി സഹായം ചോദിക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ടൈലർ ഹെയ്വാർഡ് അവളോട് പറഞ്ഞു, വിഷന്റെ ബോഡി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഓൾറെഡി അവരവന്റെ ബോഡി കഷ്ണമായിട്ട് മുറിച്ച് വെച്ച് കഴിഞ്ഞു. ഇപ്പൊ അവൾക്ക് വിഷനെ തൊടുമ്പോൾ അവിടെ വിഷൻ ഉണ്ടെന്ന് ഫീൽ ചെയ്യാനേ പറ്റുന്നില്ല. അങ്ങനെ മെന്റലി വളരെ ഡൗൺ ആവുന്ന വാണ്ടയാണ് വെസ്റ്റ് വ്യൂയിലേക്ക് പോയി അവിടെ വെച്ച് ഇമോഷൻസിന്റെ കൺട്രോൾ വിട്ട് ഒരു പുതിയ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് പുതിയ റിയാലിറ്റി ക്രിയേറ്റ് ആയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൾ ഏതെങ്കിലും ഒരു അവെഞ്ചറിനോട് സഹായം ചോദിച്ചിരുന്നിരിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പിന്നെ പബ്ലിക്കിന്റെ കാര്യം, പകുതി പേര് മാഞ്ഞു പോയിട്ട് ഇപ്പൊ തിരിച്ചു വന്ന് അവരെല്ലാവരും പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് വാണ്ട ഈ പ്രശ്നം പറഞ്ഞുകൊണ്ടിരുന്ന ആരെങ്കിലും അവൾക്ക് വില കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാവർക്കും അവരവരുടെ കാര്യം തന്നെയുള്ളൂ. അവരെ രക്ഷിച്ചത് അവെഞ്ചേഴ്സ് ആണെന്ന് കുറെ പേര് ഓർക്കുന്ന പോലും ഉണ്ടാവില്ല. ബ്രോ, അഗത എന്തുകൊണ്ടാണ് ഇൻഫിനിറ്റി സ്റ്റോണിന്റെ പവറിലേക്ക് അട്രാക്ട് ആവാതിരുന്നത്? ഇൻഫിനിറ്റി സ്റ്റോണിന്റെ പവർ അഗതയ്ക്ക് വലിച്ചെടുത്തൂടെ? സത്യം പറയുകയാണെങ്കിൽ അഗത വലിച്ചെടുക്കുന്നത് മാജിക്കൽ എനർജിയാണ്. ഒരാളുടെ ശരീരത്തിലുള്ള മാജിക്കൽ പവറിനെയാണ് അഗത വലിച്ചെടുക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. അവൾ കാലാകാലങ്ങളായിട്ട് പല വിച്ചുകളുടെ അടുത്ത് പോയി അവരുടെ പവർ ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻഫിനിറ്റി സ്റ്റോണുകൾ എന്ന് പറഞ്ഞാൽ അത് കോസ്മിക് എനർജിയാണ്, മാജിക്കൽ എനർജി അല്ല. അതായത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടായിരിക്കാം അഗത അതിന് ശ്രമിക്കാതിരുന്നത്. പിന്നെ ഏതെങ്കിലും വിച്ചുകളുടെ അടുത്ത് പോയി അവരുടെ അടുത്ത് നിന്ന് പവർ വലിച്ചെടുക്കുന്നത് പോലെയല്ല ഇൻഫിനിറ്റി സ്റ്റോണിന്റെ അടുത്തേക്ക് വരുന്നത്. അതിന്റെ ചുറ്റും അവെഞ്ചേഴ്സും മറ്റുള്ളവരും ഒക്കെ ഇങ്ങനെ കാവലിരിക്കുക. അതിന്റെ ഇടയ്ക്ക് പോയി ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ അഗതയെ തോൽപ്പിക്കാൻ കഴിവുള്ള വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കാമെന്ന് അവൾക്ക് പേടിയുണ്ടാവും. വേറൊരു കാര്യം കൂടിയുണ്ട്. ഇനി എങ്ങനെ അവൾക്ക് ഇൻഫിനിറ്റി സ്റ്റോണിന്റെ പവർ വലിച്ചെടുക്കാൻ പറ്റിയെന്ന് തന്നെ ഇരിക്കട്ടെ, ഈ ഇൻഫിനിറ്റി സ്റ്റോണുകളുടെ പവർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അളക്കാൻ പോലും പറ്റില്ല. ഒരു പ്ലാനറ്റ് തന്നെ തകർക്കാൻ പവർ സ്റ്റോൺ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫിനിറ്റി സ്റ്റോണുകളുടെ പവർ വലിച്ചെടുക്കുമ്പോൾ അഗത അവിടെ ബാക്കി ഉണ്ടാവുമോ എന്ന് പോലും പറയാൻ പറ്റില്ല. അത്രയും വലിയ എനർജി വന്ന് അവൾ ഓവർലോഡ് ആയി പോകും. അപ്പൊ ഇതൊക്കെയാണ് കാരണങ്ങൾ. ബ്രോ, വാണ്ടയെ തോൽപ്പിക്കാൻ ആർക്കാണ് പറ്റുക MCUവിൽ? സത്യം പറഞ്ഞാൽ അതിന് പറ്റുന്ന ആളുകൾ വളരെ കുറവാണ്. സോസറർ സുപ്രീമിനേക്കാൾ മേലെ നിൽക്കുന്ന ആളാണ് സ്കാർലറ്റ് വിച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ചിന്ത കൊണ്ട് റിയാലിറ്റിയെ മാറ്റിമറിക്കാൻ പറ്റുന്നവളെ ആർക്കാണ് തോൽപ്പിക്കാൻ പറ്റുക? അപ്പുറത്തുള്ളവൻ ആയുധം ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ അവനിനി ഇവിടെ വേണ്ടാന്ന് വാണ്ട തീരുമാനിക്കും. അതുപോലെ നടക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ഒരുപാട് പവർഫുൾ ആയ ആർക്കെങ്കിലും വാണ്ടയെ തീർച്ചയായിട്ടും തോൽപ്പിക്കാൻ പറ്റേണ്ടതാണ്. ഇപ്പൊ നിലവിൽ നമ്മൾ MCUവിൽ കണ്ട ആർക്കെങ്കിലും അവളെ തോൽപ്പിക്കണമെങ്കിൽ അവളെ ഇമോഷണലി വീക്ക് ആക്കേണ്ടി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പറ്റിക്കേണ്ടി വരും. ബ്രോ, എന്തുകൊണ്ടാണ് വെസ്റ്റ് വ്യൂവിൽ കുട്ടികളില്ലാത്തത്? ഒന്നാമത്തെ കാര്യം, വെസ്റ്റ് വ്യൂവിൽ ഓൾറെഡി കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഉറപ്പില്ല. വാണ്ട അങ്ങോട്ടേക്ക് ആദ്യമായിട്ട് വരുന്ന സമയത്തും കുട്ടികളൊന്നും ഉള്ളതായിട്ട് കാണിക്കുന്നില്ല. പക്ഷെ പിന്നീട് ഹാലോവിൻ പാർട്ടിയിൽ ഒരുപാട് കുട്ടികളെ കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് വാണ്ട അവളുടെ കുട്ടിക്കാലത്ത് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചതുകൊണ്ട് അവൾ കാരണം മറ്റുള്ള കുട്ടികൾ ഇനി കഷ്ടപ്പാട് അനുഭവിക്കരുതെന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് വാണ്ട കുട്ടികളെ ഏതെങ്കിലും തരത്തിൽ അവർ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് പോലെ ചെയ്തിട്ടുണ്ടാവാം. ഇതൊട്ടും നല്ലൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു കാര്യത്തിൽ മാത്രം എന്തോ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ട്. വിഷൻ പ്രത്യേകം വാണ്ടയോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് വാണ്ട വെസ്റ്റ് വ്യൂവിൽ വേറെ കുട്ടികളെയൊന്നും കാണാത്തതെന്ന്. തൊട്ടടുത്ത ദിവസം വെസ്റ്റ് വ്യൂവിൽ നിറച്ച് കുട്ടികളായി. ഒരുപക്ഷെ അത് വാണ്ടയുടെ ഇല്യൂഷൻ ആയിരിക്കാം. വിഷന് പിന്നീട് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി മാത്രം വാണ്ട ചെയ്യുന്ന ഇല്യൂഷൻസ്. അല്ലെങ്കിൽ വെസ്റ്റ് വ്യൂവിൽ ശരിക്കും കുട്ടികളുണ്ടായിരുന്നു, പക്ഷെ അവർ വീടിന്റെ ഉള്ളിൽ മാത്രമായിരുന്നു. കുട്ടികൾ സേഫ് ആയിരിക്കണം എന്നുള്ള ഒരു ചിന്ത വാണ്ടയുടെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്. പക്ഷെ വിഷൻ ഇങ്ങനെ സംശയിക്കുന്നതുകൊണ്ട് അടുത്ത ദിവസം തൊട്ട് അവരും പുറത്തേക്ക് വരാൻ തുടങ്ങിയതായിരിക്കാം. ഇതിനിങ്ങനെ ഊഹിക്കാവുന്നല്ലാതെ ഒരു കറക്റ്റ് ഉത്തരം നമുക്കില്ല. എന്തുകൊണ്ടാണ് മോണിക്ക അവളുടെ ആ സ്പെഷ്യൽ സ്യൂട്ട് ഇട്ട് ഹെക്സിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ബാക്കി സാധനങ്ങൾ ചേഞ്ച് ആവുന്നത് പോലെ അവളുടെ ആ സ്യൂട്ട് ചേഞ്ച് ആവാത്തത്? അതിന്റെ കാരണം അവൾ ഇട്ടിരിക്കുന്ന ആ സ്യൂട്ട് എന്ന് പറയുന്നത് എക്സ്ട്രീം റേഡിയേഷൻസിനെ തടയാൻ കഴിവുള്ള സ്യൂട്ടാണ്. സ്പേസ് ട്രാവലിന് മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് സ്യൂട്ടാണത്. അതുകൊണ്ട് തന്നെയാണ് ആ സ്യൂട്ടിന് ഹെക്സിന്റെ പവറിനെ തടയാൻ സാധിച്ചത്. ഇനി അതും അല്ലെങ്കിൽ മോണിക്കയ്ക്ക് ഇപ്പോ എനർജിയെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. അവൾ ഹെക്സിന്റെ ഉള്ളിലേക്ക് കടക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരുപാട് എനർജി അബ്സോർബ് ചെയ്തിരുന്നു. അപ്പൊ അവളുടെ ശരീരത്തിലേക്ക് വരുന്ന എനർജിയൊക്കെ അവൾ അബ്സോർബ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ശരീരത്തിൽ കിടക്കുന്ന ഈ സ്യൂട്ടിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിച്ചില്ല. കാരണം അതിന് മാറ്റം വരുത്തുമായിരുന്ന എനർജിയെ പോലും മോണിക്ക വലിച്ചെടുക്കുകയായിരിക്കും ചെയ്തത്. ഇതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. സോസറേഴ്സ് ആണോ വിച്ചസ് ആണോ പവർഫുൾ?
പവർഫുൾ. എന്റെ അഭിപ്രായത്തിൽ അത് എക്സ്പീരിയൻസും അറിവും പോലെ ഇരിക്കും. ഒരു എൻഡ് ഗെയിമിന്റെ ഒക്കെ സമയത്ത് ഡോക്ടർ സ്ട്രേഞ്ചും വാണ്ടയും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ സ്ട്രേഞ്ച് ആണ് ജയിക്കുക. വാണ്ടയുടെ ഉള്ളിൽ കായോസ് മാജിക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെപ്പറ്റി അവൾക്ക് അറിയില്ലായിരുന്നു, അതെങ്ങനെ ഉപയോഗിക്കണമെന്നും അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഡോക്ടർ സ്ട്രേഞ്ചോ അദ്ദേഹം വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് നല്ല അറിവും എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പൊ ഡോക്ടർ സ്ട്രേഞ്ച് എന്ന് പറയുന്ന സോസററിന് മുന്നിൽ ഒരു സാധാരണ വിച്ചിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷെ വാണ്ട സ്കാർലറ്റ് വിച്ചായി കഴിയുമ്പോൾ കളിയൊക്കെ മാറും. ജന്മന അവൾക്ക് കിട്ടിയിരിക്കുന്ന കായോസ് മാജിക്കിനെ അവൾ തിരിച്ചറിഞ്ഞു. അവളുടെ ശരിക്കുള്ള കഴിവുകൾ എന്താണെന്നും അവൾക്കറിയാം. പോരാത്തതിന് ഇപ്പൊ ഡാർക്ക് ഹോൾഡും പഠിക്കുന്നുണ്ട്. അപ്പൊ ജന്മന മാജിക്കൽ കഴിവുകൾ കിട്ടിയ ഒരാൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യാനും കൂടുതൽ അറിവുകൾ നേടാനും ശ്രമിച്ചാൽ അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ മറ്റുള്ളവർക്ക് പറ്റില്ല. ഡോക്ടർ സ്ട്രേഞ്ചും സ്കാർലറ്റ് വിച്ചും തമ്മിലുള്ള യുദ്ധം കാണണമെങ്കിൽ നിങ്ങൾ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് തന്നെ കാണേണ്ടി വരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് കഴിവും എക്സ്പീരിയൻസും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. ജനറൽ ആയിട്ട് പറയുമ്പോൾ സോസറേഴ്സ് ആയിരിക്കും ജയിക്കുക. പക്ഷേ ഒരു വിച്ചിന് അവളുടെ യഥാർത്ഥ ശക്തി അറിയുന്നുണ്ടെങ്കിൽ, അതും കായോസ് മാജിക് പോലെയുള്ള കഴിവുകളുള്ള സ്കാർലറ്റ് വിച്ചോ അല്ലെങ്കിൽ അവളെ പോലെയുള്ള മറ്റൊരു വിച്ചാണെങ്കിൽ അവരായിരിക്കും ജയിക്കുക. അവെഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ എന്തുകൊണ്ടാണ് തോർ താനോസിന്റെ അടുത്തേക്ക് ബൈഫ്രോസ്റ്റ് ഉപയോഗിച്ച് അവെഞ്ചേഴ്സിനെ കൊണ്ടുപോകാതിരുന്നത്? ബ്രോ ചോദിക്കുന്നത് എൻഡ് ഗെയിമിന്റെ തുടക്കത്തിലെ കാര്യമായിരിക്കും. താനോസ് സ്നാപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു സ്ഥലത്ത് സമാധാനമായിട്ടിരിക്കുമായിരുന്നു. അവിടേക്ക് എന്തുകൊണ്ട് തോർ ബൈഫ്രോസ്റ്റ് ഉപയോഗിച്ച് പെട്ടെന്ന് അവെഞ്ചേഴ്സിനെ കൊണ്ടുപോയില്ല എന്നായിരിക്കും ചോദിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ലൊക്കേഷന്റെ ഒരു കോർഡിനേറ്റ്സ് ആണ് ഇവർക്ക് കിട്ടിയത്. എവിടെയോ വലിയ തരത്തിൽ എനർജി റിലീസ് ആവുന്നതായിട്ട് അവർക്ക് കണ്ടെത്താൻ പറ്റി. ഇവരങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. എവിടെയോ ഒരു സ്ഥലത്ത് എനർജി ബ്ലാസ്റ്റ് ആയെന്ന് പറഞ്ഞ് തോറിന് ബൈഫ്രോസ്റ്റിക്കോടെ കറക്റ്റ് അങ്ങോട്ട് പോകാൻ പറ്റണമെന്നില്ല. പക്ഷെ അതിനേക്കാൾ വലിയൊരു കാരണമുണ്ട്. ഇവര് സീക്രട്ട് ആയിട്ട് താനോസ് കാണാതെ ചെല്ലാനാണ് ഉദ്ദേശിച്ചത്. ഇവര് വരുന്നത് താനോസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വീണ്ടും സ്നാപ്പ് ചെയ്ത് ഇവരെയൊക്കെ ഇല്ലാതാക്കി കളയും. പക്ഷെ ബൈഫ്രോസ്റ്റ് ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ താനോസിന് ഉടനെ അത് മനസ്സിലാവാനും കാണാനും പറ്റും. അപ്പൊ അയാൾ ഉടനെ പെട്ടെന്ന് സ്നാപ്പ് ചെയ്ത് ഇവരെന്തെങ്കിലും ചെയ്താലോ അതുകൊണ്ടുകൂടിയായിരിക്കും തോർ ബൈഫ്രോസ്റ്റ് ഉപയോഗിച്ച് പോകാതിരുന്നത്. പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു താനോസ് ഓൾറെഡി ഇൻഫിനിറ്റി സ്റ്റോണുകളെ അതുപയോഗിച്ച് തന്നെ നശിപ്പിച്ച് കളഞ്ഞെന്ന്. അടുത്ത ഡൗട്ട്, വിഷന്റെ വയറ്റിൽ ബബിൾഗം കുടുങ്ങിയല്ലോ. എപ്പിസോഡ് 2 വിഷന് സാധനങ്ങളുള്ളിൽ കൂടെ കൈ കടത്താൻ പറ്റും. എന്തുകൊണ്ടാണ് വിഷൻ സ്വയം അവന്റെ വയറ്റിലേക്ക് കൈയിട്ട് ആ ബബിൾഗം എടുക്കാതിരുന്നത്? നല്ലൊരു ഡൗട്ടാണ്. എന്നാൽ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. ഷോയുടെ ഇടയ്ക്ക് വിഷന്റെ ബോഡിയുടെ ഒരു എക്സ്റേ പോലത്തെ കാര്യം കാണിക്കുന്നുണ്ട്. ഒരു അനിമേഷൻ എന്തോ രണ്ട് സംഭവം ഇങ്ങനെ കറങ്ങുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ബബിൾഗം വന്നിങ്ങനെ കുടുങ്ങുന്നതും കാണിക്കുന്നുണ്ട്. ശരിക്കും വിഷന്റെ ഉള്ളിൽ ഇങ്ങനെയാണോ ഇരിക്കുക? ഇങ്ങനെയാണെങ്കിൽ വിഷന് പ്രവർത്തിക്കാൻ പറ്റൂ? അവൻ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള റോബോട്ട് അല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും റിയാലിറ്റി അല്ല. ഒരു TV ഷോയുടെ പോലെ ഫണ്ണി ആയിട്ട് പോകാനാണ് വാണ്ട ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അവൾ എന്നോ കണ്ടു മറന്ന TV ഷോകളിലെ പോലെയുള്ള കളറും ക്യാരക്ടേഴ്സും വസ്ത്രധാരണവും സിറ്റുവേഷൻസും കോമഡികളും ഒക്കെയാണ് ഇതിൽ വന്നു പോകുന്നത്. അതിലെ ഒരു സന്ദർഭം മാത്രമാണ് ഈ ബബിൾഗം കുടുങ്ങുന്നത്. വിഷ്ണു ഇപ്പൊ കൈയിട്ടത് പുറത്തെടുത്ത് നോക്കിയ അപ്പോ ആ TV ഷോയുടെ ആ എപ്പിസോഡ് ഒരു രസം ഉണ്ടാവില്ലല്ലോ, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വിഷൻ നേരിട്ട് അത് കൈയിട്ടെടുക്കാത്തത്. പിന്നെ നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിലാവും, ആ ഹെക്സ് വിഷൻ ഉണ്ടായിട്ട് കുറച്ച് ദിവസമേ ആവുന്നുള്ളൂ. അവന്റെ ഇന്റലിജൻസും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയും സംശയങ്ങളും ഒക്കെ ഡേ ബൈ ഡേ കൂടി വരികയാണ്. അപ്പൊ എപ്പിസോഡ് 2 ഉണ്ടായിരുന്ന പോലെ അല്ല ഒരു എപ്പിസോഡ് 9 ഒക്കെ ആവുമ്പോൾ വിഷന്റെ ചിന്ത. ഒരു എപ്പിസോഡ് 9 ഇങ്ങനെ ബബിൾ കാര്യങ്ങൾ തരുന്നതെങ്കിൽ ഒന്നാമത്തെ കാര്യം വിഷൻ അത് മേടിച്ച് കഴിക്കില്ല. അത് കഴിച്ച കുഴപ്പമാവുന്ന വിഷൻ അറിയാം. രണ്ടാമത്തെ കാര്യം, ഇൻ കേസ് അത് കഴിച്ചാൽ വിഷൻ അത് കൈ കടത്തി എടുക്കുകയും ചെയ്യും. സോ കാലഘട്ടം മാറുന്നതിനനുസരിച്ചും കോമഡികൾ മാറുന്നതനുസരിച്ചും ഇതൊക്കെ മാറി മറിഞ്ഞു വരികയാണ്. ഇതൊരു TV ഷോ പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? ആൻഡ്മാൻ ഈസി ആയിട്ട് താനോസിന്റെ വായിക്കോട് ഉള്ളിലേക്ക് കടന്ന് അവന്റെ ഉള്ളിൽ വെച്ച് വലുതായി അവനെ പൊട്ടിത്തെറിപ്പിക്കാം. പിന്നെ എന്തുകൊണ്ട് ആൻഡ്മാൻ അങ്ങനെ ചെയ്തില്ല? ആൻഡ്മാൻ വളരെ ചെറുതായിട്ട് വന്ന താനോസിനെ അവനെ തടയാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് ആൻഡ്മാൻ അങ്ങനെ ചെയ്തില്ല? അതാണ് പറയുന്നത് കഥയിൽ ചോദ്യമില്ല എന്ന്. അങ്ങനെ ചെയ്ത സിനിമ പെട്ടെന്ന് തീരും. അതുപോലെ വിഷ്ണ ബബിൾഗം പുറത്തെടുത്താൽ ആ എപ്പിസോഡ് പെട്ടെന്ന് തീരും. അത് തന്നെയാണ് കാര്യം. വാണ്ടയ്ക്ക് ഒരു ഫേക്ക് റിയാലിറ്റി ഉണ്ടാക്കാതെ നേരിട്ട് റിയൽ വേൾഡിൽ ഒരു വിഷൻ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്താൽ പോരെ? ആക്ച്വലി വാണ്ട അറിഞ്ഞുകൊണ്ടല്ല പുതിയൊരു വിഷനെ ക്രിയേറ്റ് ചെയ്തത്. അത് തന്നെത്താനെ സംഭവിച്ചു പോയതാണ്. ആ വിഷന് ഹെക്സിന്റെ ഉള്ളിൽ മാത്രമേ നിലനിൽപ്പുണ്ടായിരുന്നുള്ളൂ. പക്ഷെ വാണ്ട സ്കാർലറ്റ് വിച്ച് ആയി കഴിഞ്ഞ് ഇനി വാണ്ടയ്ക്ക് എന്തൊക്കെ സാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും വാണ്ട ഒരു കാര്യം മനസ്സിലാക്കി, ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരാളെ നിർമ്മിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. പോകെ പോകെ അയാൾ തീർച്ചയായിട്ടും തന്നെ സംശയിക്കാനും അയാളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യാനും തുടങ്ങും. ഇനി ഒരു വിഷനെ ക്രിയേറ്റ് ചെയ്താലും അങ്ങനെ തന്നെ. ഒരുപക്ഷെ അത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം വാണ്ട സ്കാർലറ്റ് വിച്ചായി കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ട്രൈ ചെയ്യാത്തത്. ചിലപ്പോൾ വാണ്ടയ്ക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മറ്റു വല്ല പ്ലാനുകളും ഉണ്ടാവാം. പവർ അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന മോണിക്കയ്ക്ക് വാണ്ടയുടെ പവർ അബ്സോർബ് ചെയ്ത് അവളെ തോൽപ്പിക്കാൻ പറ്റുമോ? ചോദ്യം നല്ലതാണ്. പക്ഷെ ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രശ്നമുണ്ട്. അഗതയ്ക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നത് മാജിക്കൽ എനർജി ആണെങ്കിൽ മോണിക്കയ്ക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നത് കോസ്മിക് എനർജിയാണ്. വാണ്ടയുടെ മാജിക്കൽ എനർജി മോണിക്കയ്ക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല. എനർജിയാണ് അവൾക്ക് വലിച്ചെടുക്കാൻ പറ്റുക, മാജിക്കിന് വലിച്ചെടുക്കാൻ പറ്റില്ല. ഒരു ഇൻഫിനിറ്റി സ്റ്റോണിന്റെ കുറച്ച് എനർജിയൊക്കെ അവൾക്ക് വലിച്ചെടുക്കാൻ പറ്റുമായിരിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, മാജിക്കും പവറും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ കുറെ പേർക്ക് ഡൗട്ട്, മോണിക്ക് 3 തവണ എപ്പോഴാണ് ഹെക്സി കൂടെ കയറിപ്പോയത്? 2 തവണയല്ലേ? ശരിയാണ്, ഒരു വട്ടം മോണിക്ക് കയറിപ്പോയി, രണ്ടാമത്തെ വട്ടവും കയറിപ്പോയി. മൂന്നാമത്തെ വട്ടം കയറിപ്പോയല്ല ചെയ്തത്, വാണ്ട അവളെ പുറത്തേക്ക് അടിച്ചിറക്കുകയാണ് ചെയ്തത്. എന്തായാലും 3 വട്ടം അതിൽ കൂടെ അവൾ കടന്നു പോയിട്ടുണ്ടല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇടയ്ക്ക് കുറെ പേര് ലോക്കി സീരിയസ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ലോക്കിക്ക് പറ്റിയത്? ഏത് ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്? ചത്തോന്നറിയാൻ വന്നാണല്ലേടാ, ചത്തില്ല.
ചുമ്മാ പറഞ്ഞാണ്. ലോക്കി ചെയ്യുമെന്ന് പറയാനായിട്ട് ഇനി ആരും ബാക്കിയില്ല. എല്ലാവരും എന്നോട് പറയുന്നത് ലോക്കി സീരീസ് ചെയ്യാനാണ്. MCU ഇന്ന് വരെ ഇറക്കിയിട്ടുള്ളത് വെച്ച് ഏറ്റവും ബെസ്റ്റ് TV ഷോയാണ് ലോക്ക്. മാർവലിന്റെ മികച്ച പല സിനിമകളിലേക്കാളും മുകളിൽ നിൽക്കുന്നതാണ് ലോക്കി സീരീസ്. ഫസ്റ്റ് സീസണിൽ വെറും 6 എപ്പിസോഡേ ഉള്ളൂ. എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും ഞാനത് ചെയ്യാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഞാനത് ചെയ്യുന്നതിനെ ഭയക്കുന്നത്? അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ലോക്കി ഒരു സാധാരണ TV ഷോ അല്ലാന്ന്. ഞാൻ ലോക്കി TV ഷോയെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡൗട്ടുകൾ തീർക്കാൻ ഒരുപാട് കാലം അതിന്റെ പിന്നാലെ അലഞ്ഞു. പലരോടും ചോദിക്കാറുണ്ട്, നെറ്റി നോക്കാറുണ്ട്, യൂട്യൂബ് വീഡിയോകൾ കാണാറുണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ലോക്കിയെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡൗട്ടുകൾ തീരുന്നേയില്ല. ഇപ്പൊ പോലും എനിക്ക് ലോക്കി സീരീസിൽ ഡൗട്ടുകൾ ബാക്കിയാണ്. അത്രയും ബ്രില്യന്റും മനോഹരവുമായ സീരീസ് ആണെങ്കിലും അതിന്റെ ഒപ്പം തന്നെ തീരാത്ത ചോദ്യങ്ങളും അത് ബാക്കി വയ്ക്കുന്നു. എനിക്ക് പേടിയാണ് ആ TV ഷോ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഞാൻ ഓരോ കാര്യം പറയുമ്പോഴും ചിലപ്പോൾ കമന്റ് ബോക്സിൽ ആളുകൾ ഒന്ന് പറയാൻ തുടങ്ങും, ബ്രോക്ക് തെറ്റിപ്പോയി, ബ്രോ അത് അങ്ങനെയല്ല, ബ്രോ അത് ഇങ്ങനെയല്ല, അങ്ങനെ പലതും പറയാൻ തുടങ്ങുമെന്ന് എനിക്ക് പേടിയാണ്. കാരണം ലോക്കിയുടെ സ്റ്റോറി ഞാൻ പറയുമ്പോൾ അതിൽ പല തെറ്റുകളും വരാമെന്ന് എനിക്ക് ഇപ്പോഴേ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ലോക്കി ചെയ്യാൻ എനിക്ക് ഇത്ര പേടി. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പക്ഷെ വിഷമിക്കേണ്ട, എന്തായാലും ഞാൻ ചെയ്യും. അത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വന്നു കഴിയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം. എന്തായാലും എന്റെ എക്സ്പ്ലനേഷൻ കാണുന്നവർ വളരെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റോറി പറയും, മനസ്സിലാക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചിട്ടാണല്ലോ വീഡിയോ കാണുന്നത്. അപ്പൊ ഞാനായിട്ട് തെറ്റൊക്കെ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാനും പാടില്ലല്ലോ. ഇതൊക്കെയാണ് ലോക്ക് ഞാൻ ചെയ്യാത്തതിന്റെ കാരണങ്ങൾ. പക്ഷെ ഉടനെ തന്നെ എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. കാരണം ഏറെക്കുറെ ഡൗട്ടുകളൊക്കെ തീർത്തു. ബ്രോ, ബേസ്മെന്റിൽ ഡോക്ടർ സ്ട്രേഞ്ച് വന്നാൽ പവർ ഉണ്ടാവുമോ? അതായത് അകത വെച്ച റൂൺസ് മാജിക്കിന്റെ ഉള്ളിൽ ഡോക്ടർ സ്ട്രേഞ്ച് കയറി നിന്നാൽ അദ്ദേഹത്തിന് പവർ ഉണ്ടാവോ? അതിന്റെ ഉത്തരവ് ഇല്ല എന്നാണ്. അദ്ദേഹം യൂസ് ചെയ്യുന്നത് മാജിക്കൽ പവർ ആണ്. സോ റൂൺസ് മാജിക് ഉപയോഗിക്കുന്നത് ആരാണോ അയാൾക്കാണ് ആ റൂണിന്റെ ഉള്ളിൽ മാജിക് പവർ ഉണ്ടാവും. അപ്പൊ അവിടേക്ക് ഡോക്ടർ സ്ട്രേഞ്ച് കയറി നിന്നാലും സോർസർ സുപ്രീം കയറി നിന്നാലും അവർക്ക് പിന്നെ പവർ ഉണ്ടാവില്ല. പക്ഷെ അവർ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. ചിലപ്പോൾ ഈ റൂൺസ് മാജിക്കിനെ തകർക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വിദ്യ അവർക്ക് അറിയുന്നുണ്ടാവാം. അങ്ങനെ അറിയില്ലെങ്കിൽ അവർ പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഈ ചോദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. പക്ഷെ ഇതിന്റെ ഉത്തരവാണ് ഞാൻ നേരത്തെ തന്നത്. എങ്ങനെയാണ് വാണ്ടയുടെ സൈക്കോളജി എന്നുള്ള കാര്യം. പിന്നെ വേറെ ആൾ ചോദിച്ചിട്ടുണ്ട്, വാണ്ടയുടെ പവർ ഈതറിന്റെ പോലെ ഉണ്ടല്ലോ എന്ന്. നിങ്ങൾക്ക് തോന്നിയത് വളരെ ശരിയാണ്. വാണ്ടയുടെ പവർ എന്ന് പറഞ്ഞാൽ റിയാലിറ്റിയെ മാറ്റിമറിക്കുന്ന മാജിക് ആണല്ലോ. ഈതർ എന്ന് പറഞ്ഞാൽ റിയാലിറ്റി സ്റ്റോൺ ആണ്. അതും റിയാലിറ്റിയെ മാറ്റിമറിക്കാൻ സഹായിക്കുന്നു. അപ്പൊ രണ്ടിനും ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം രണ്ടിനും സെയിം കളർ ആയിട്ട് തോന്നുന്നത്. പക്ഷെ എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഉദാഹരണത്തിന് അഗതയുടെ മാജിക്കിന്റെ കളർ പർപ്പിൾ ആണ്. പവർ സ്റ്റോണിന്റെ കളറും പർപ്പിൾ ആണല്ലോ. എന്ന് വെച്ച അഗതയ്ക്ക് പവർ സ്റ്റോണിന്റെ പവർ അല്ല ഉള്ളത്. ഇങ്ങനെ പല മാറ്റങ്ങളും സംഭവിക്കാം. പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ട്, വാണ്ടയ്ക്ക് എങ്ങനെയാണ് ജന്മനാ പവർ കിട്ടിയത്? അവളുടെ പാരന്റ്സിന് മാജിക്കൽ പവർ ഉണ്ടായിരുന്നു. ആക്ച്വലി കോമിക്സിൽ വാണ്ടയുടെ പാരന്റ്സിന് പ്രത്യേക കഴിവുകൾ ഉണ്ടായിരുന്നു. അതാരാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇനി കൺഫ്യൂഷൻ ആക്കുന്നില്ല. നമ്മൾ TV ഷോയിൽ കണ്ട വാണ്ടയുടെ പാരന്റ്സ് ആയിരുന്നില്ല കോമിക്സിലെ വാണ്ടയുടെ പാരന്റ്സ്. പക്ഷെ TV ഷോയിലേക്ക് വരുമ്പോൾ വാണ്ടയുടെയും പീറ്ററുടെയും പാരന്റ്സ് സാധാരണക്കാരായ ആളുകളാണ്. അവർക്ക് പവർ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പവർ ഉള്ളതായിട്ട് കാണിച്ചിട്ടില്ല. സോ വാണ്ടയ്ക്ക് ജന്മന അവളുടെ ശരീരത്തിലുള്ള ഒരു മാറ്റമാണിത്. അവൾ അങ്ങനെ ജനിച്ചു. ഇനിയിപ്പോൾ അവളുടെ അമ്മയോ അച്ഛനോ ഈ ഇൻഫിനിറ്റി സ്റ്റോൺ പോലെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാജിക്കിലൂടെ അറിയാതെ കടന്നു പോയിട്ടുണ്ടോ എന്ന് നമ്മൾക്ക് അറിയില്ല. എനിവേ പാരന്റ്സിന് കഴിവുള്ളത് കൊണ്ടല്ല വാണ്ടയ്ക്ക് ഈ പവർ കിട്ടിയിട്ടുള്ളത്. അടുത്ത അത്യാവശ്യം നല്ലൊരു ഡൗട്ടാണ്, മൈൻഡ് സ്റ്റോൺ ഓൾറെഡി നശിച്ചു പോയല്ലോ, പിന്നെ എങ്ങനെയാണ് ഇപ്പോഴും വാണ്ടയ്ക്ക് മൈൻഡ് സ്റ്റോണിന്റെ പവർ ഉള്ളത്? അത് വളരെ സിമ്പിൾ ആണ്. മൈൻഡ് സ്റ്റോൺ വാണ്ടയുടെ ഉള്ളിലെ പവറിനെ ഉണർത്തി അതിന്റെ കൂടെ മൈൻഡ് സ്റ്റോണിന്റെ ഒരു അംശം വാണ്ടയുടെ ഉള്ളിലേക്ക് കയറുകയും ചെയ്തു. മൈൻഡ് സ്റ്റോൺ നശിച്ചു പോയെന്ന് വെച്ച് അതുണ്ടാക്കി വെച്ച എഫക്റ്റുകൾ പോകുന്നില്ല. വാണ്ടയുടെ ഉള്ളിലുള്ള മൈൻഡ് സ്റ്റോണിന്റെ അംശം അവളുമായിട്ട് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞു. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ തോറിന്റെ അച്ഛനായിട്ടുള്ള ഓഡിനാണ് മ്യോൾനിയറിന്റെ മേല് ആ എൻചാൻമെന്റ് നടത്തുന്ന ആ മന്ത്രം. അർഹതയുള്ളവർക്ക് മാത്രമാണ് ഈ ചുറ്റിക എടുക്കാൻ പറ്റൂ. ചുറ്റിക എടുക്കാൻ പറ്റുന്നവന് തോറിന്റെ പവറുകൾ കിട്ടും. പക്ഷെ ഓഡിൻ മരിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ മന്ത്രം അതിൽ വർക്ക് ആവുന്നുണ്ടല്ലോ. അതുപോലെയൊക്കെ തന്നെയാണ് ഇത്. ബ്രോ, അപ്പൊ തോറിനേക്കാളും പവർഫുൾ ആണോ വാണ്ട? അത് ഞാൻ നേരത്തെ പറഞ്ഞു. ബ്രോ തോർന്ന് തന്നെയല്ലേ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ല. പിന്നെ കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്, ഞാൻ 8 പഠിക്കുമ്പോഴാണ് അമിത്തിന്റെ ചാനൽ കാണുന്നത്, ഇപ്പൊ കോളേജിൽ 3ാമത്തെ വർഷമായിരുന്നു. അപ്പൊ അതിന്റെ അടിയിൽ കുറെ പേര് അവരുടെ എക്സ്പീരിയൻസും പറയുന്നുണ്ട്. 2 പഠിക്കുന്നവർ 8ലായി, 4 പഠിക്കുന്നവർ 9ലായി, 6 പഠിക്കുന്നവർ +1. വലുതായി കുട്ടികളൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എക്സ്പ്ലനേഷൻ തുടങ്ങിയിട്ട് ഇത്രയും കൊല്ലമായിരുന്നു. എന്തായാലും ഈ കമന്റ് കണ്ടപ്പോഴാണ് എനിക്ക് ഈ കാര്യം ഓർമ്മ വരുന്നത്. എന്തായാലും ഇത്രയും നാൾ കൂടെ നിന്നിട്ടുള്ള എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. പുള്ളിക്കാരി വില്ലത്തിയാണെന്ന് നേരത്തെ എന്നെ പോലെ മനസ്സിലായവരുണ്ടോ? അനിയനും എന്തോ ഒരു ദുരൂഹത ഉള്ള പോലെ തോന്നിയിരുന്നു. അഗതയെ പറ്റിയാണ് പറയുന്നത്. പലർക്കും അഗത തന്നെയാണ് വില്ലത്തിയെന്ന് നേരത്തെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും. അത് നിങ്ങളുടെ കഴിവ്. സ്മാർട്ടാണല്ലോ, സ്മാർട്ട് നല്ല പേരാ. പക്ഷെ മനസ്സിലാക്കാൻ പറ്റാത്തവരാണ് കൂടുതൽ ഭാഗ്യവാന്മാർ. അവർക്ക് ആ ട്വിസ്റ്റ് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. നിങ്ങൾക്കൊരു കാര്യം അറിയോ, പണ്ടൊക്കെ ഞാൻ സിനിമയും സീരീസും കാണുമ്പോൾ എന്തായിരിക്കും ട്വിസ്റ്റ്, കഥ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കുറെയൊക്കെ ആലോചിക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാനത് ആലോചിക്കാറില്ല. കാരണം അത് ആലോചിച്ചെങ്ങാനും കണ്ടുപിടിച്ചാൽ ലാസ്റ്റ് അത് തന്നെയാണെന്ന് അറിയുമ്പോൾ ട്വിസ്റ്റിന്റെ ആ ഒരു കിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ട്വിസ്റ്റ് നേരത്തെ മനസ്സിലാക്കാൻ പറ്റാത്തവരാണ് ശരിക്കും ലക്കി. അവർക്ക് ആ ട്വിസ്റ്റ് കണ്ട് അന്തം വിടാൻ പറ്റും. അത് ഞാനൊരു എപ്പിസോഡിൽ ദി ഓഫീസിന്റെയും മോഡേൺ ഫാമിലിയുടെയും ചെറിയ 2 ക്ലിപ്പ് കാണിച്ചിരുന്നു. ഏകദേശം ആ
മോഡലിലാണ് ആ എപ്പിസോഡിലെ വാണ്ടാവിഷൻ TV ഷോ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഇത് രണ്ടും എന്റെ ഫേവറേറ്റ് TV ഷോസ് തന്നെയാണ്. പ്രത്യേകിച്ച് മൈക്കൽ സ്കോട്ടിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സീരീസ് കാണാത്തവർ പോലും ഈ ഒരു മീം തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കമന്റ്, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. ആദ്യം ഞാൻ വിചാരിച്ചു പുള്ളി എന്നെ വെറുതെ പൊക്കി അടിക്കുന്നതാണ്, പക്ഷെ അങ്ങനെയല്ല. ആൾക്ക് സീരിയസ്ലി എന്റെ വീഡിയോകൾ വളരെ ഇഷ്ടമാണ്. ഓൾറെഡി ഈ സീരീസ് ഒക്കെ കണ്ടതാണെങ്കിലും എന്റെ സ്റ്റോറി ടെല്ലിംഗ് രീതി ഇഷ്ടമായതുകൊണ്ടാണ് വീണ്ടും ആൾ ഇത് കാണുന്നത്. അത് മാത്രമല്ല ഇതിന്റെ പിന്നിലുള്ള ടൈമിന്റെയും എഡിറ്റിംഗിന്റെയും അതിന്റെ കഷ്ടപ്പാടിന്റെയും ഒക്കെ കാര്യം ആളെടുത്ത് പറയുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള കമന്റുകൾ എനിക്ക് വളരെ ഇഷ്ടപ്പെടാറുണ്ട്. ഈ വീഡിയോയുടെ പിന്നിലുള്ള ഞാൻ എടുക്കുന്ന ടൈമിന്റെയും എഫേർട്ടിന്റെയും കാര്യം കൂടി ഒരുപാട് പേര് ആലോചിക്കുന്നുണ്ട്. അതിൽ വലിയ സന്തോഷം. ഇപ്പൊ ഞാനൊരു കമന്റ് കാണിച്ചെന്നുള്ളൂ, ഇതുപോലെയുള്ള ഒരുപാട് കമന്റുകൾ വരാറുണ്ട്. ഇത് കണ്ട് വട്ടായി പോയവരുണ്ടോ? തീർച്ചയായിട്ടും അതിലൊരാളാണ് ഞാനും. ഫസ്റ്റ് ടൈം വാണ്ടാവിഷൻ കണ്ടപ്പോൾ ഞാൻ വട്ട് പിടിച്ചു പോയി. പക്ഷെ പിന്നെ ഞാൻ അതൊക്കെ മനസ്സിലാക്കി എടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പിന്നെ 6ാമത്തെ 7ാമത്തെ എപ്പിസോഡ് ഇട്ടപ്പോ കുറെ പേര് 67 ബ്രോ എന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി എന്താണ് 67 എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തോ ഒരു മീമാണെന്നാ തോന്നുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ദയവേത് അതൊന്ന് പറ. പിന്നെ കുറെ പേര് ബ്രോ ബാക്ക് ടു ഹിസ് പ്രൈം എന്ന് പറയുന്നുണ്ട്. ആമസോൺ പ്രൈം അല്ലാതെ വേറെ ഒരു പ്രൈമിന്റെ കാര്യം എനിക്ക് അറിയില്ല. എനിക്ക് മനസ്സിലായി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ നന്നായിട്ട് വീഡിയോ ഇട്ടിരുന്ന, എനിക്ക് ഒരുപാട് വ്യൂ ഒക്കെ കിട്ടിയിരുന്ന കാലഘട്ടത്തെ കുറിച്ചായിരിക്കും. കൊറോണ ടൈം. ആ സമയത്ത് എല്ലാവരും വീട്ടിലായിരുന്നു. അന്ന് 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് 2 ലക്ഷം വ്യൂ വരെ കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ഇൻഫിനിറ്റി വാറിന്റെ ടൈമിലായിരുന്നു അത്. പക്ഷെ നിങ്ങൾക്കറിയോ ആ സമയത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ ചെയ്യുന്ന സിനിമകളുടെ പ്രത്യേകത കൂടിയായിരുന്നു. എൻ ഗെയിം വരെയുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. പക്ഷെ എൻ ഗെയിം കഴിയുന്നതോടെ മാർവലിന് എന്ത് പറ്റിയെന്ന് അറിയില്ല. സത്യം പറയാലോ, എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള മൂഡ് തന്നെ പോയി. ഒരു കണ്ടിന്യൂറ്റി ഇല്ല, കണക്ഷൻ ഇല്ല. അങ്ങനെയാണ് സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുന്നത്. കുറെ നാൾ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്ന് പിന്നെ അതിനെ ഉപേക്ഷിക്കുക, പിന്നെ പുതിയ ക്യാരക്ടറിനെ കൊണ്ടുവരിക, പിന്നെ ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഒരു ഹിറ്റ് സിനിമ തരും. അത് അടിപൊളിയായിരിക്കും. നോ വേ ഹോം പോലെ, ഡെഡ്പൂൾ വേഴ്സസ് വോൾവറിൻ പോലെ, ഇനി വരാൻ പോകുന്ന ഡൂംസ്ഡേ പോലെ. സോ മാർവലിലുള്ള വിശ്വാസം പോയിട്ടില്ല. പക്ഷെ കുറെ കാലം അവർ തീർച്ചയായിട്ടും വേസ്റ്റ് ആയിട്ടുള്ള കുറെ സിനിമ സീരീസും ഇറക്കി. അപ്പൊ എൻ ഗെയിമിന് മുൻപ് നമ്മളുടെ ചാനലിൽ ഉണ്ടായിരുന്ന ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവൽ വൈബ് തന്നെയായിരുന്നു. അതിന്റെ പ്രധാന കാരണം അന്ന് ചെയ്തുകൊണ്ടിരുന്ന ആ സിനിമകളും കൂടിയാണ്. ആ ഒരു പ്രൈം ടൈമിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് തിരിച്ചു പോകാൻ സാധ്യത തീരെ കുറവാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് സീരിയസ് ആയിട്ട് മാർവലിനെ ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ, അവർ നല്ല രീതിയിൽ സ്റ്റോറി കേൾക്കാനും അറിയാനും വേണ്ടി എന്റെ ചാനൽ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, കമന്റ് ചെയ്യുന്നു. കമന്റുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ കാണുന്നവർ കാണട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ളൂ. അല്ലാതെ ഞാനിനി പ്രൈമിലേക്ക് പോവുക അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ബ്രോ പണ്ടത്തെ പോലെ ഒരു പവർ ഇല്ലല്ലോ സൗണ്ടിന്. ശരിയാണ് ബ്രോ, എനിക്കും വയസ്സായി, ചാനലിലും വയസ്സായി, അതുകൊണ്ടായിരിക്കും സൗണ്ടിന് പഴയ പോലെ പവർ ഇല്ലാത്തത്. പക്ഷെ ചിലരൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്, വയസ്സാണല്ലോ സ്റ്റൈലും അഴകും ഇന്നും ഒന്നെ വിട്ടു പോകല. താങ്ക് യു. വേറൊരാൾ ഒരു ഫണ്ണി ആയിട്ടുള്ള ഡീറ്റെയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മോണിക്ക ഹൾക്ക് സ്നാപ്പ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരുമല്ലോ അമ്മ കിടന്നിരുന്ന ഹോസ്പിറ്റലിലേക്ക്. അവിടെ മോണിക്ക കിടന്ന് അമ്മയെ അന്വേഷിക്കുന്ന സമയത്ത് അവിടെ അവെഞ്ചേഴ്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് താനോസ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. വളരെ ശരിയാണ്. ആ കാര്യം വളരെ കുറച്ച് പേര് മാത്രമേ ആലോചിച്ചിട്ടുണ്ടാവുള്ളൂ. അടുത്തൊരു കമന്റ് ആണ് കമന്റ്. എൻ ഗെയിം വരെ ബ്രോ കൂടെ ഇല്ലാതെ സ്റ്റോറി മനസ്സിലാകില്ലായിരുന്നു. ബട്ട് ഇപ്പോൾ അതിനുള്ള പ്രാപ്തിയൊക്കെ ആയി. എന്നാലും ഇവിടുന്ന് കണ്ടില്ലെങ്കിൽ ഒരു ഫുൾഫിൽ കിട്ടില്ല. ഈ ബ്രോ എന്നെ കുറ്റം പറഞ്ഞതല്ലാന്നും നല്ല രീതി തന്നെ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചുമ്മാ ഒരു ട്രോൾ ഇട്ടെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ആവണം. ഒരാളൊരു സിനിമയെ പറ്റി പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അത് മാത്രമല്ല നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ ഇപ്പം ഇഷ്ടം പോലെ സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് ചാറ്റ് ജിപിടിയോടോ ജെമിനയോടോ നേരിട്ട് ചോദിക്കാം. എപ്പോഴും അവർ പറയുന്നത് ശരിയാവണമെന്നില്ല. ചിലപ്പോൾ ഒരു കഥ തന്നെ മാറ്റി പറയും, എന്നാലും കുറേയൊക്കെ ശരിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ തിരഞ്ഞാൽ ഇഷ്ടംപോലെ എക്സ്പ്ലനേഷൻ ചാനലുകൾ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചെടുക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, പലരും എന്നോട് വന്ന് പറയാറുണ്ട് അവർക്കൊരു മൂവിയെ പറ്റിയോ സീരീസിനെ പറ്റിയോ എല്ലാം അറിയാവുന്നവർ വിചാരിച്ചിരുന്നു, അവർക്ക് സ്റ്റോറി ഒക്കെ അറിയാമെന്ന് അവർ കരുതിയിരുന്നു. പക്ഷെ എന്റെ എക്സ്പ്ലനേഷൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് സ്റ്റോറി അങ്ങനെ അല്ലെന്നും ശരിക്കും ഇങ്ങനെയാണെന്ന് മനസ്സിലായത്. അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ അതിൽ മനസ്സിലാക്കാൻ ബാക്കി ഉണ്ടായിരുന്നു എന്ന് അവർ തിരിച്ചറിയുന്നത് എന്റെ വീഡിയോ കണ്ടു കഴിയുമ്പോഴാണ്. ഇങ്ങനെ പലരും വന്ന് പറയാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സ്റ്റോറി അറിയാമെന്നും ആ അറിഞ്ഞു വെച്ചിരിക്കുന്ന സ്റ്റോറി ശരിയാണെന്നും ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ വേറെ വീഡിയോ ഒന്നും കാണേണ്ട ആവശ്യമില്ല. പിന്നെ ചിലർ ചോദിക്കാറുണ്ട് എന്തിനിടയ്ക്ക് ക്വിസ് പോലെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ പോളായിട്ട് ഇടുന്നതെന്ന്. ഞാൻ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിടുന്നത്. പക്ഷെ ആഗ്നസിന്റെ ശരിക്കുള്ള പേര് ചോദിച്ചപ്പോൾ അഗത ആഗ്നസ് എന്നാണ് 82% പേര് ആൻസർ ചെയ്തിരിക്കുന്നത്. ശരിക്കുള്ള ഉത്തരം അഗത ഹാക്നസ് ആണ്. അത് 10% പേര് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് സ്റ്റോറിയൊക്കെ മനസ്സിലാവുന്നുണ്ടോ, ഇതൊക്കെ ഓർമ്മ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പോളൊക്കെ ഇടുന്നത്. കുറെ പേര് ശരിയാക്കാറുണ്ട്, പക്ഷെ കുറെ പേര് റോങ് ആൻസർ സെലക്ട് ചെയ്യുകയും ചെയ്യും. എപ്പിസോഡ് 8 ഇടുന്നതിന് മുന്നേ നിങ്ങളുടെ 99% സംശയങ്ങളും ഇന്ന് തീരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറെ പേര് ചോദിക്കുകയാണ് ബാക്കി 1% അവിടെ പോയിന്ന്. എത്രയൊക്കെ ഇതിന്റെ പിന്നിലിരുന്ന് റിസർച്ച് ചെയ്താലും എല്ലാ സംശയങ്ങളും നമുക്ക് തീർക്കാൻ പറ്റില്ല. കാരണം ഇതൊരു സിനിമയാണ്. അപ്പോൾ കഥയ്ക്ക് വേണ്ടി ഇതിന്റെ റൈറ്റേഴ്സ് പലതരത്തിൽ കഥാപാത്രങ്ങളെയും സന്ദർഭങ്ങളെയും ഒക്കെ മാറ്റിമറിച്ച് എഴുതും. എന്തായാലും വക്കാൻഡ വിഷൻ എഴുതി വെച്ച ആൾ സമ്മതിച്ചു ആൾക്കൊരു കയ്യബദ്ധം പറ്റിയതാണ്, അത് ആർക്ക് വേണമെങ്കിലും പറ്റുമെന്ന്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അടുത്ത ചോദ്യം, എങ്ങനെയാണ് ക്വിക്ക് സിൽവർ വാണ്ടയുടെ വീട്ടിൽ വന്നത്? നീ എങ്ങനെ ഇവിടെ വന്നു? നടന്നു വന്നു.
ആള് നടന്നു വന്നത്. ചുമ്മാ പറഞ്ഞ അത് നമ്മൾ സ്റ്റോറി കണ്ടല്ലോ. അഗതയാണ് മൈൻഡ് കൺട്രോൾ ചെയ്ത് ഫേക്ക് പീറ്ററോയെ അങ്ങോട്ട് അയച്ചത്. ബ്രോ എനിക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ നാളെ മരിച്ചു പോവും. ഗൈസ്, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആലോചിക്കുക, നിങ്ങൾ എന്റെ വീഡിയോ കാണാൻ വരുന്നത് എന്തുകൊണ്ടാ? വേറെ എക്സ്പ്ലനേഷൻസ് മലയാളത്തിൽ കിട്ടാത്തതുകൊണ്ടല്ലോ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നല്ല എക്സ്പ്ലനേഷൻ കിട്ടുന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് ചെയ്യാനും സമയം എടുക്കില്ലേ? ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോ പെട്ടെന്ന് ഇട്ടുകൊണ്ട് കാര്യമൊന്നുമില്ല. എനിക്ക് മടിയുണ്ടെന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു. എന്ന് വെച്ച് വീഡിയോ ക്വാളിറ്റി ഇല്ലാതെ പെട്ടെന്ന് ഇടാനും എനിക്ക് പറ്റില്ല. ബ്രോ പ്ലീസ് റിപ്ലൈ, വാണ്ടയാണോ ക്യാപ്റ്റൻ മാർവൽ ആണോ പവർഫുൾ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരാൾ പവർഫുൾ ആയതുകൊണ്ട് അയാൾക്ക് മാജിക്കിന് മുന്നിൽ ജയിക്കാൻ പറ്റണമെന്നില്ല. ക്യാപ്റ്റൻ മാർവലും സ്കാർലറ്റ് വിച്ചും തമ്മിലൊരു ഫൈറ്റ് നടന്നാൽ ക്യാപ്റ്റൻ മാർവലിനെ കൊല്ലണമെന്ന് വാണ്ട ഉറച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ക്യാപ്റ്റൻ മാർവലിനെ രക്ഷിക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല. ബ്രോ, വാണ്ടയാണോ ഡോക്ടർ സ്ട്രേഞ്ച് ആണോ പവർഫുൾ? അത് നിങ്ങൾക്ക് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് കണ്ടാൽ മനസ്സിലാവും. ഡോക്ടർ സ്ട്രേഞ്ച് എന്ന് പറയുന്നത് ജന്മന കഴിവ് കിട്ടിയിട്ടുള്ള ഒരാളല്ല. ആള് മാന്ത്രിക വിദ്യകൾ പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ വാണ്ടയുടെ മാജിക് ജന്മന കിട്ടിയിട്ടുള്ള റിയാലിറ്റിയെ മാറ്റിമറിക്കുന്ന കാവോസ് മാജിക് ആണ്. എന്നാൽ ഇങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റൂ. അത് കണ്ടിട്ടുള്ള ആൾക്ക് മനസ്സിലാവും സ്കാർലറ്റ് വിച്ചിന്റെ ലെവൽ ഏതാന്ന്. ബ്രോ, ശരിക്കും അഗതയ്ക്കാണോ വാണ്ടയ്ക്കാണോ പവർ കൂടുതൽ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. ഒരുപക്ഷെ അഗത ഈ റൂൺ മാജിക്കിന്റെ രഹസ്യം വാണ്ടയോട് നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അവൾക്ക് റൂൺസ് ഉപയോഗിച്ച് അഗതയെ തോൽപ്പിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അഗത വാണ്ടയുടെ എല്ലാ പവറും വലിച്ചെടുത്തേനെ. എന്റെ ഐഡിയ പോയി, നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. ജീവിതം എത്ര മനോഹരമായ കള്ളമാണെന്ന് എനിക്ക് കാണിച്ചു തന്ന സീരീസ് വളരെ ശരിയാണ്. നമ്മൾ ജീവിക്കുന്ന റിയാലിറ്റി അത് നമ്മൾ വളർന്നു വന്ന അല്ലെങ്കിൽ മനുഷ്യർ ഇത്രയും നാളായിട്ട് കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ ഒരു കഥയുടെ ബേസിസിലാണ് നടക്കുന്നത്. ഈ പണം ആളുകൾ ഉണ്ടാക്കിയതാണ്. പണം സമ്പാദിക്കണമെങ്കിൽ ജോലി ചെയ്യണം, ജോലി ചെയ്യണമെങ്കിൽ പഠിക്കണമെങ്കിൽ സ്കൂളിൽ പോകണം. എന്നിട്ട് ഈ പണം സമ്പാദിച്ച് അത് കൊടുത്ത് നമ്മൾ മറ്റുള്ള സാധനങ്ങൾ വാങ്ങുന്നു. ശരിക്കും ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് ആരാണ് തീരുമാനിച്ചത്? ഇതിങ്ങനെ ആയിപ്പോയതാണ്. ഈ റിയാലിറ്റി ഇങ്ങനെ ആയിപ്പോയതാണ്. അതുകൊണ്ട് നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്ത് ജീവിക്കുന്നു. വേറെ വഴിയൊന്നും നമുക്കിപ്പില്ല. സോ ഒരുപക്ഷെ റിയാലിറ്റി മറ്റൊന്നായിരുന്നിട്ടുണ്ടാവാം. ഒരുപക്ഷെ മറ്റൊരു യൂണിവേഴ്സിൽ പൈസയൊന്നും കൊടുക്കാതെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടുന്ന പോലെയുള്ള ഒരു റിയാലിറ്റി ആയിരിക്കാം ഉള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതിനെപ്പറ്റി നമ്മൾ ഡീപ്പായിട്ട് ചിന്തിക്കാതെ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് ജീവിച്ചു പോവുകയാണ്. വാണ്ട അവൾ ക്രിയേറ്റ് ചെയ്ത ഫേക്ക് റിയാലിറ്റിയിൽ ജീവിച്ചു പോകുന്നത് പോലെ. പിന്നെ കുറെ പേര് പറയുന്നുണ്ട് ബ്രോ ഒരു മാവേലിയാണ്, ഇനി 5 മാസം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി, ഇനി 1 വർഷം കഴിഞ്ഞിട്ട് ബ്രോയുടെ അടുത്ത വീഡിയോ ഉണ്ടാവും എന്നാണ് വിചാരിച്ചതെന്നൊക്കെ. ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല. അങ്ങനെ വിചാരിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. കാരണം അതുപോലെ ഞാൻ ലാഗ് അടിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ. സത്യം പറഞ്ഞാൽ എനിക്കിതിൽ കുറ്റബോധം ഉണ്ട്. പക്ഷെ ചില സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ തിരിച്ചു വന്നു, ഇനി ഞാൻ തിരിച്ചു പോവില്ല എന്നും എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കും. അപ്പൊ നമ്മളെടുത്ത തീരുമാനങ്ങളും പ്ലാനുകളും ഒക്കെ മാറ്റേണ്ടി വരും. ബ്രോ, ഇനിയെങ്കിലും ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കണം. ഡെയിലി വീഡിയോ ഇടണോ ബ്രോ? അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ. ടൈം എടുത്ത് വീഡിയോ ഇട്ടാൽ മതി. നെഗറ്റീവ് കമന്റ് കണ്ട് മൂഡ് പോകണ്ട. ഇതൊരു നല്ല കമന്റാ. വീഡിയോ വൈകുമ്പോൾ കുറെ പേര് കുറ്റം പറയും. വീഡിയോ പറഞ്ഞ സമയത്ത് ഇടാതെ ആവുമ്പോഴും കുറെ പേര് കുറ്റം പറയും. പക്ഷെ ഞാൻ അവർക്ക് ക്വാളിറ്റി ഇല്ലാത്തൊരു വീഡിയോ കൊടുത്താലോ അപ്പോഴും കുറ്റം പറയില്ലേ? അപ്പൊ ഏതാ നല്ലത്? ടൈം എടുത്ത് ക്വാളിറ്റിയുള്ള വീഡിയോ ഇറക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് നിങ്ങൾ പിന്നെയും എന്റെ ചാനൽ കാണാൻ വേണ്ടി വരുന്നത്. നിങ്ങളുടെ ആ വിശ്വാസം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടൈം എടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരു മടിയനാണെന്നുള്ളതും വേറൊരു കാര്യമാണ്. ഡോണ്ട് എവർ ട്രസ്റ്റ് ദിസ് യൂട്യൂബർ, ഹി ബിട്രേസ് us every time. ഈ യൂട്യൂബർ ഒരിക്കലും വിശ്വസിക്കരുത്, ഇവൻ എപ്പോഴും നമ്മളെ ചതിക്കുന്നു. ഇവിടുന്ന് ചോദ്യോത്തരം കളിക്കാതെ പോയി വീഡിയോയുടെ എക്സ്പ്ലെയിനറായി. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ഒരു ക്വിസ് ഇട്ടിട്ട് അഗത ഹാർക്നെസ് എന്നുള്ള പേര് 10% പേര് ചെയ്തിട്ടുള്ളൂ. തെറ്റുത്തരവാണ് 80% പേര് ചെയ്തത്. ബാബു പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ചോദ്യം ഉത്തരവൊക്കെ ഇടുന്നത്. നിങ്ങൾക്കുള്ള ഡൗട്ട് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരാൾ ചോദിച്ച ഡൗട്ടിന് ആൻസർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ പറയാ താങ്ക് യു, ഡൗട്ട് ക്ലിയർ ആയി, നെക്സ്റ്റ് ഡൗട്ട് തപ്പിക്കൊണ്ടുവരാന്ന്. ഞാനെന്താ കുപ്പിന്ന് വന്ന ഭൂത? അതായത് നിങ്ങൾക്ക് ശരിക്കും തോന്നുന്ന ഡൗട്ട് ചോദിച്ചാൽ മതി, ഇല്ലാത്ത ഡൗട്ട് തപ്പി പിടിച്ച് കൊണ്ടുവരണ്ട. എന്തിനാ വെറുതെ എനിക്ക് പണി ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് മോണിക്ക് പവർ കിട്ടിയത്? മോണിക്ക് അല്ലാതെ വേറെ ആളാണ് ഹെക്സിന്റെ ഉള്ളിലേക്ക് പലവട്ടം ഇങ്ങനെ കടന്നതെങ്കിൽ അവർക്കും പവർ കിട്ടുമായിരുന്നോ? ആക്ച്വലി അതിന്റെ ഉത്തരം നമുക്ക് പറയാൻ പറ്റില്ല. മോണിക്കയുടെ ബോഡി പോലെ ആയിരിക്കില്ല വേറെ ആളുടെ ബോഡി. പീറ്റർ പാർക്കറിനെ ആ സ്പൈഡർ കടിച്ചപ്പോ അവൻ സ്പൈഡർമാൻ ആയി. പക്ഷെ വേറെ ആളെ കടിച്ചിരുന്നെങ്കിൽ അയാൾ ചിലപ്പോൾ മരിച്ചു പോയേനെ. എന്തായാലും മോണിക്കയുടെ ഉള്ളിന്റെ ഉള്ളിൽ വേറെ പവർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കടന്നു പോയപ്പോൾ തന്നെ ആയിരിക്കും അവൾക്ക് പവർ കിട്ടിയത്. വാണ്ട ഹെക്സിന്റെ ഉള്ളിൽ വിഷ്ണയും ട്വിൻസിനെയും ഒക്കെ ക്രിയേറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് സ്വോർഡ് ബേസിൽ പോയപ്പോൾ ആ വിഷന്റെ മേലെ ഇങ്ങനെ ചെയ്യാതിരുന്നത്? കാരണം വാണ്ടയ്ക്ക് അറിയുമായിരുന്നില്ല അവൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. മാത്രമല്ല അവൾ ഇമോഷണലി ഭയങ്കരമായിട്ട് അൺസ്റ്റേബിൾ ആയപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇപ്പോ സ്കാർലറ്റ് വിച്ച് ആയിട്ട് മാറിയ വാണ്ട വിഷന്റെ മുറിച്ചു വെച്ചിരിക്കുന്ന ബോഡിയുടെ അടുത്ത് പോയിട്ട് അത് വീണ്ടും കൂടി ചെയ്യണമെന്നും പഴയ വിഷനെ പോലെ ആവണമെന്നും ചിന്തിച്ചാൽ ഒരുപക്ഷെ അത് നടന്നെന്ന് വരും. വൈറ്റ് വിഷന്റെ മെമ്മറിയുടെ കാര്യം അത് ഞാൻ എക്സ്പ്ലനേഷനിൽ പറഞ്ഞതാണ്. അവന്റെ ഉള്ളിൽ ലോക്ക് ചെയ്ത് വെച്ചിരുന്ന പഴയ വിഷന്റെ ഓർമ്മകൾ അവനിപ്പുണ്ട്. ഹെക്സ് വിഷൻ അവന് കൊടുത്ത പുതിയ ഓർമ്മകളും അവന്റെ ഉള്ളിലുണ്ട്. പക്ഷെ അവൻ പറന്നു പോയതിന്റെ കാരണം അവൻ അതൊന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അവന്റെ നെറ്റിയിൽ മൈൻഡ് സ്റ്റോൺ ഇല്ല.
വാണ്ടയുമായിട്ട് അവന് കണക്ഷൻ ഇല്ല, മാത്രമല്ല ഇമോഷൻസ് ഇല്ലാത്തൊരു റോബോട്ടാണ്. വാണ്ട ഉണ്ടാക്കിയ ഹെക്സ് കാരണമാണല്ലോ മോണിക്കയ്ക്ക് സൂപ്പർ പവർ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ വാണ്ടയ്ക്ക് മറ്റുള്ള ആളുകൾക്ക് സൂപ്പർ പവർ കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. അഗത പീട്രോയ്ക്ക് സൂപ്പർ പവർ കൊടുത്തില്ലേ, അപ്പൊ പിന്നെ വാണ്ടയ്ക്ക് എന്താ പറ്റാതെ? അവൾ സ്കാർലറ്റ് വിച്ചാണ്, തീർച്ചയായിട്ടും പറ്റും. അടുത്തൊരു നല്ല ക്വസ്റ്റ്യൻ ആണ് ഇത്. ഞാനും ഒരുപാട് ആലോചിച്ചു. ഈ വാണ്ടയ്ക്ക് എഞ്ചിനീയറിംഗിന്റെയോ റോബോട്ടിക്സിന്റെയോ ഒന്നും അറിവൊന്നുമില്ല, സയൻസിനെ പറ്റി വലിയ അറിവില്ല. പക്ഷെ അവൾ റിയാലിറ്റി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഡിവൈസുകളും മറ്റ് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറി മറിയുന്നത്? ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ സംഭവിച്ചാ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ വാണ്ടയ്ക്ക് സയൻസിനെ പറ്റി ഒരു തേങ്ങ അറിയേണ്ട ആവശ്യമില്ല. അവൾ എന്താലോചിക്കുന്നോ അത് റിയാലിറ്റിയായി മാറുന്നു. ഇപ്പൊ ഇവിടെ ഒരു കമ്പ്യൂട്ടർ വേണമെന്ന് വിചാരിച്ചാൽ ഒരു കമ്പ്യൂട്ടർ അവിടെ വരും, കമ്പ്യൂട്ടർ വർക്കിംഗ് ആയിരിക്കും. അല്ലാതെ വാണ്ടയ്ക്ക് കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ എന്തൊക്കെ വേണം, അതെങ്ങനെയാ പ്രവർത്തിക്കുന്നത്, ഇതൊന്നും അറിയേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നമ്മളുള്ളിൽ ചേഞ്ച് ആവുന്നതായിട്ട് കാണുന്ന പല ഡിവൈസുകളും ഓൾറെഡി അവിടെ ഉള്ളതാണ്. അതിന്റെ കാലഘട്ടത്തിനനുസരിച്ച് അതിലെ മോളിക്യൂൾസ് റീഅറേഞ്ച് ആവുന്നതാണ്. എന്നിട്ടത് പഴയ കാലത്തെ ഉപകരണങ്ങളുടെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. വാണ്ടയുണ്ടാക്കിയ പുതിയ വിഷൻ പോലും കംപ്ലീറ്റ് ആയിട്ട് ഒരു റോബോട്ട് അല്ല. അവന്റെ ഉള്ളിൽ പണ്ടുണ്ടായിരുന്നത് പോലെ എല്ലാ വയറുകളും ചിപ്പുകളും മറ്റ് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും. പഴയ വിഷന്റെ ഒരു കോപ്പി മാത്രമാണത്. അടുത്ത ചോദ്യം, അമിത് ഇനി എപ്പോ ആയിരിക്കും ബിഗ് ബ്രേക്ക് എടുക്കുക? അതെനിക്ക് അറിയില്ല ഗൈസ്. ഇനി വലിയൊരു ബ്രേക്ക് ഒന്നും എടുക്കില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതും മാറാം. പിന്നെ ശരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയുള്ള ഒരുപാട് കമന്റുകൾ കാണാറുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരാൾ 40 രൂപ അയച്ചിട്ട് ഒരു വലിയ കമന്റ് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്, വളരെ വലിയ കമന്റ്. ഇത്രയും വലിയൊരു കമന്റ് എന്റെ ചാനലിൽ വന്നത് ഞാൻ വേറെ കണ്ടിട്ടില്ല. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആൾ എന്നെ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്, ആൾ എന്നെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടെന്ന്. അതായത് എന്റെ പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കും, ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളും ആൾ പറയുന്നുണ്ട്. അതിൽ കുറെയൊക്കെ ശരിയായിരുന്നു. ആ കമന്റിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഒരു മൂവി എക്സ്പ്ലെയിനർ എന്നതിനേക്കാൾ അധികമായിട്ട് സീരിയസ് ആയിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇത് കാണുന്ന നിങ്ങളും അങ്ങനെ ഒരാളായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒരു പ്രധാന കാരണം ഈ കമന്റ് കൂടിയാണ്. കുറെ നാളായിട്ട് ഞാൻ കമന്റുകൾക്ക് അങ്ങനെ റിപ്ലൈ കൊടുക്കാറോ അല്ലെങ്കിൽ റിയാക്ഷൻ കൊടുക്കാറോ ഒന്നുമില്ല, കാരണം പലപ്പോഴും ടൈം കിട്ടാറില്ല. ഈ കമന്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുവരെ ഇട്ട വാണ്ടാവിഷന്റെ വീഡിയോകളിൽ വന്ന എല്ലാ കമന്റുകൾക്കും ഒറ്റ അടിക്കിരുന്ന് റിയാക്ഷനും റിപ്ലൈയും കൊടുത്തു. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഏറ്റവും അവസാനം വന്ന കമന്റുകളിൽ നിന്നും നമുക്ക് കുറച്ച് ഡൗട്ടുകളും കൂടി നോക്കാം. ടൈലർ ഹേവാർഡിനെ വിശ്വസിച്ച മരിയ റാംബോയാണ് ശരിക്കും പൊട്ടി, മിസ്റ്റർ വു പൊളിച്ചു. ശരിയാണ്, ചെറുപ്പം തൊട്ട് പരിചയമുള്ളതുകൊണ്ടും തന്റെ അമ്മയായിട്ടുള്ള മരിയ റാംബോയുടെ ഫ്രണ്ട് ആയതുകൊണ്ടുമാണ് മോണിക്ക ടൈലർ ഹേവാർഡിനെ വിശ്വസിച്ചത്. പക്ഷെ അയാളുടെ ശരിക്കുള്ള പ്ലാൻ മോണിക്കയ്ക്ക് അറിയില്ലായിരുന്നു. അഗത ഈസ് ഈക്വൽ ടു ഓസ്കാർ ആക്ടർ. വളരെ ശരിയാണ്, അഗതയാണ് വില്ലത്തിന്ന് കുറെ പേർക്കൊന്നും മനസ്സിലാക്കാനേ പറ്റിയിട്ടില്ല. വാണ്ടയ്ക്കോ വിഷനോ പോലും അഗത ഒരു സാധാരണക്കാരിയാണെന്ന് തോന്നിയിട്ടുള്ളൂ. വിഷൻ പലപ്പോഴും ഡൗട്ട് പ്രകടിപ്പിച്ചെങ്കിലും അവൻ അവസാനം വരെ ആ കാര്യം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അഗതയ്ക്ക് തീർച്ചയായിട്ടും ഒരു ഓസ്കാർ കൊടുക്കേണ്ടതാണ്. പിന്നെ ഈ കമന്റിൽ ഇവരുടെ ഫ്യൂച്ചർ കാണാനുള്ള കഴിവിനെ പറ്റിയാണ് പറയുന്നത്. ശരിയാണ്, ബില്ലി മാക്സിമോഫിന് ഫ്യൂച്ചറിനെ പറ്റിയുള്ള കുറച്ച് വിഷ്വൽസ് അവന്റെ തലയിലേക്ക് കിട്ടുന്നുണ്ട്, ആ കാര്യം സംഭവിക്കുന്നതിന് മുന്നേ തന്നെ. പക്ഷേ ഇത് ഇടയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നതാണ്, അല്ലാതെ വേണമെന്ന് വിചാരിച്ച് ബില്ലിക്ക് ഫ്യൂച്ചർ നോക്കി കാണാനൊന്നും പറ്റില്ല. വാണ്ടയുടെ മകനായതുകൊണ്ടായിരിക്കും ആ കഴിവ് കിട്ടിയത്. കാരണം വാണ്ടയ്ക്കോ കഴിവുണ്ട്. ഏജ് ഓഫ് അൾട്രോണിൽ വാണ്ടയ്ക്ക് കുറച്ചു നേരത്തേക്ക് എന്താണ് അൾട്രോൺ ചെയ്യാൻ പോകുന്നതെന്നുള്ള ഫ്യൂച്ചറിനെ കുറിച്ച് ചെറിയ വിഷ്വൽസ് അവളുടെ തലയിലേക്ക് വന്നിരുന്നു. അവൾ ആകെ പേടിച്ചുപോയി. പക്ഷെ വാണ്ടയ്ക്ക് വേണമെന്ന് വിചാരിച്ച് ഫ്യൂച്ചറിലേക്ക് നോക്കി കാണാനുള്ള കഴിവ് തൽക്കാലമില്ല. മോണിക്കയുടെ പവർ പെർമനന്റ് ആണ്. അതെ, ഹെക്സ് പോയാലും മോണിക്കയുടെ പവർ അതുപോലെ തന്നെ ഉണ്ടാവും. സോഡിന് എന്ത് സംഭവിച്ചു? സോഡിന്റെ ഏറ്റവും തലപ്പത്ത് നിന്ന് ഇപ്പോൾ ടൈലർ ഹേവാർഡ് ഇറങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും മോണിക്ക റാംബോ ആയിരിക്കും സോഡിന്റെ ഹെഡ് ആയിട്ട് വരിക, അല്ലെങ്കിൽ എല്ലാവരും കൂടി തീരുമാനം എടുക്കുന്ന വേറൊരാൾ. ഇൻഫിനിറ്റി വാറിൽ ഡോക്ടർ സ്ട്രേഞ്ച് കണ്ട 1.4 മില്യൺ ഫ്യൂച്ചർ പോസിബിലിറ്റീസിൽ അല്ലെങ്കിൽ സാധ്യതകളിൽ വാണ്ട സ്കാർലറ്റ് വിച്ച് ആവുന്നത് കണ്ടിരിക്കുമോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ലോകത്തിന്റെ അവസാനം വരെയുള്ള എല്ലാ സാധ്യതകളിലേക്കും അല്ല ഡോക്ടർ സ്ട്രേഞ്ച് നോക്കുന്നത്. ഏതൊക്കെ ഫ്യൂച്ചർ സാധ്യതകളിൽ അവെഞ്ചേഴ്സ് ജയിക്കുമെന്നാണ് ഡോക്ടർ സ്ട്രേഞ്ച് നോക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ഒന്നുകിൽ താനോസിന്റെ അടുത്ത് അവെഞ്ചേഴ്സ് തോൽക്കുന്നത് വരെ, അല്ലെങ്കിൽ താനോസിന്റെ അടുത്ത് അവെഞ്ചേഴ്സ് ജയിക്കുന്നത് വരെ, ഈ ഒരു പോയിന്റ് വരെ മാത്രമായിരിക്കും ഡോക്ടർ സ്ട്രേഞ്ച് ഫ്യൂച്ചറിലേക്ക് നോക്കുന്നത്. അതാണല്ലോ അപ്പോഴത്തെ ആവശ്യം. പിന്നെയും മുന്നോട്ട് കുറേ അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വാണ്ട സ്കാർലറ്റ് വിച്ച് ആവുന്നതിനെ പറ്റിയൊന്നും ഡോക്ടർ സ്ട്രേഞ്ച് അറിഞ്ഞിട്ടുണ്ടാവില്ല. ബെസ്റ്റ് എക്സ്പ്ലെയിനർ ഇൻ ദ മൾട്ടിവേഴ്സ്. എന്തായാലും അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കേരളമല്ല ഹൈദരാബാദിന് വലിയ ഹോസൊന്നും വേണ്ട, കാണാനാളില്ല. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ മൂവീസിനെ പറ്റി മാത്രമേ അറിയൂ. ഓരോ മൂവി ചെയ്യുന്നതിന് മുന്നും ഞാൻ ഇഷ്ടം പോലെ ടൈം എടുത്ത് അതിനെ പറ്റി റിസർച്ച് ചെയ്യാറുണ്ട്. ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾ വന്ന് എന്നോട് ഡൗട്ട് ചോദിച്ചാൽ പോലും എനിക്ക് അതിന് ഉത്തരം പറയാൻ പറ്റണമെന്നില്ല. ഞാനത് നോക്കി പിടിച്ച് കണ്ടുപിടിച്ചിട്ടാണ് ഈ ചാനലിൽ കൂടെ പറയുന്നത്. പിന്നെ ആരെങ്കിലും കോമിക്സിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ പറ്റി ചോദിച്ചാൽ ഞാൻ നിന്ന് ബബ്ബ പഠിക്കും. എനിക്ക് അതിന്റെ ABCD പോലും അറിയില്ല. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ മാർവലിന്റെ ഒരു സിനിമ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് MCUവിലെ ഒരു സിനിമ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, തമിഴിലോ ഹിന്ദിയിലോ മലയാളത്തിലോ അതുപോലെ മറ്റൊരു എക്സ്പ്ലനേഷൻ വേറെ ഉണ്ടാവില്ല. അത് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ ഓരോ വീഡിയോ ചെയ്യാറുള്ളത്. ഇത് ഞാൻ എന്റെ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല.
ഞാൻ ഓൾറെഡി ഈ സിനിമയെ പറ്റി ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള മൂവി എക്സ്പ്ലനേഷൻസ് നോക്കും, എന്നിട്ട് അതിനേക്കാളൊക്കെ ബെറ്റർ ആക്കി ഇതുവരെ ഇന്ത്യയിൽ ആരും ചെയ്യാത്തതുപോലെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. ഇപ്പൊ എന്റെ എംസുവിന്റെ തുടക്കം അല്ലെങ്കിൽ അയൺമാൻ 2008 മൂവി കണ്ടു തുടങ്ങുന്ന ഒരാൾക്ക് പുറത്ത് വേറെ ഒരു സ്ഥലത്ത് നോക്കാതെ ഞാനിട്ട് ഓർഡറിൽ കണ്ടു വരികയാണെങ്കിൽ എല്ലാ കാര്യവും മനസ്സിലാക്കി അങ്ങോട്ട് പോരാൻ പറ്റും. മാർവലിന്റെ ABCD അറിയാത്ത ആളാണെങ്കിൽ പോലും അയാൾക്ക് തുടക്കത്തിൽ നിന്ന് ഇതുവരെ മനസ്സിലാക്കി വരാൻ പറ്റും. അതുപോലെയാണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളത്. പക്ഷെ അപ്പോഴും ഇത്ര ടൈം എടുത്ത് കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിട്ടും എനിക്ക് തിരിച്ച് പലപ്പോഴും പൈസ കിട്ടാറില്ല. അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കും, പൈസയാണോ മിത്ത വലുത്, പൈസ കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? അപ്പൊ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കുക, നിങ്ങൾ എഡിറ്റിംഗ് അറിയുന്ന ഒരാളോട് ഞാൻ എന്റെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് തരാൻ പറയാണ് എന്നിരുന്ന് വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ ഒറ്റ രൂപ പോലും ഞാൻ തരില്ല. അത് നിങ്ങൾ സമ്മതിക്കൂ? സമ്മതിക്കില്ല, അല്ലെങ്കിൽ സമ്മതിക്കരുത്. അത് മണ്ടത്തരമാണ്. നിങ്ങളൊരു ജോലിക്ക് പോവാണ്, നന്നായിട്ട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, മാസത്തിന്റെ അവസാനം നിങ്ങൾക്ക് സാലറി കിട്ടിയില്ല എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ദേഷ്യം വരില്ലേ? നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് പോലും പൈസ ഉണ്ടാവില്ല. അപ്പോൾ പൈസ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് കരുതി ഞാൻ ഇന്നേ വരെ എന്റെ ചാനലിൽ വേറൊരു ആപ്പോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും പെയ്ഡ് പ്രൊമോഷൻ ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് ഇനി ഒരു ശല്യം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാത്തത്. എന്നാൽ യൂട്യൂബിൽ നിന്ന് കിട്ടേണ്ട ആ ചെറിയ പൈസ പോലും എനിക്ക് കിട്ടുന്നില്ല, മ്യൂസിക് ഇട്ട് കോപ്പിറൈറ്റ് വരുത്തുന്നതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാവേലി ആവുന്നുണ്ടെങ്കിൽ അത് ഇതുകൊണ്ട് കൂടിയാണെന്ന് ഓർക്കുക. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, എനിക്ക് നല്ല റീച്ച് ഉണ്ട്, യൂട്യൂബിൽ നിന്ന് നല്ല പൈസ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ ഇടില്ലേ? പിന്നെന്താ ഞാൻ ഇടാത്തത്? ഇത് തന്നെയാണ് കാരണം. ബ്രോ, ദൈവത്തിനോർത്ത് ഷീഹൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യരുത് ബ്രോ, അത് MCUവിന്റെ ഒരു ഭാഗമായി പോയി. അല്ലെങ്കിൽ ഞാൻ ഷീഹൾക്കിനെ പറ്റി ആലോചിക്കാൻ പോലും നിൽക്കില്ല. മാർവൽ ഫാൻസിന് ഒരിക്കലും മാറാത്ത ട്രോമയാണ് ആ സീരീസ് തന്നിട്ട് പോയത്. ഷീഹൾക്ക് കണ്ട് 2 മാസത്തേക്ക് ഞാൻ കോമയിലായിരുന്നു, അറിയോ? എന്നാലും അത് ചെയ്യാതിരിക്കാൻ വഴിയൊന്നുമില്ല. ഷീഹൾക്കിനെ നമുക്ക് ഇഷ്ടമല്ലെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പല ക്യാരക്ടേഴ്സും അതിൽ വന്നു പോകുന്നുണ്ട്. എന്തിനാണോ എന്തോ. എടാ, ഷീഹൾക്ക് സീസൺ 2 വരുന്നുണ്ടാ. ഹെക്സിന്റെ അറ്റത്തേക്ക് പോയപ്പോൾ വിഷൻ കുറെ ആളുകൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് കണ്ടു. അവരോട് വിഷൻ സംസാരിച്ചപ്പോൾ അവർ അനങ്ങാതെ നിൽക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷെ അഗത മാത്രം കാറിൽ നിന്ന് മിണ്ടാൻ തുടങ്ങി. അപ്പൊ എന്തുകൊണ്ട് വിഷന് അഗതയെ ഡൗട്ട് തോന്നിയില്ല? അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അഗത അത്രയും നന്നായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ അഗതയുടെ പെരുമാറ്റത്തിൽ വിഷന് ഡൗട്ട് തോന്നിയെങ്കിലും ആ ഡൗട്ട് വിഷന് തോന്നാൻ വേണ്ടി തന്നെയാണ് അഗത അതുപോലെ അഭിനയിച്ചത്. എന്നാലാണ് വിഷന് ഇതൊക്കെ വാണ്ടയാണ് ചെയ്യിക്കുന്നതെന്ന് തോന്നുന്നു. അതായിരുന്നു അഗതയുടെ പ്ലാൻ. അത് അവൾ ഗംഭീരമായിട്ട് തന്നെ നടത്തിയെടുത്തു. ഇപ്പൊ കാറിൽ നിന്ന് അവൾ അങ്ങനെ പറയുമ്പോൾ പോലും വിഷൻ വിചാരിക്കുന്നത് അഗത വാണ്ടയുടെ കൺട്രോളിലുള്ള ഒരു സാധാരണക്കാരി മാത്രമാണെന്നാണ്. ഇത്രയും നാളകത് വാണ്ടയുടെ കൺട്രോളിലുള്ള പോലെ തന്നെയായിരുന്നു അഭിനയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിഷ്ണു ഡൗട്ട് തോന്നില്ല. പക്ഷെ അവരുടെ അയൽക്കാരി അല്ലാതെ പെട്ടെന്നാണ് വിഷ്ണു അഗതയെ കാണുകയും ബാക്കി എല്ലാവരും സംസാരിക്കാതെ നിൽക്കുമ്പോൾ അഗത മാത്രം ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നതെങ്കിൽ വിഷ്ണു അവൾ സംശയം തോന്നിയാണ്. ബ്രോ, ഇപ്പോഴത്തെ വിഷന്റെ ഉള്ളിൽ ജാർവിസ് ഉണ്ടോ? ആക്ച്വലി ജാർവിസ് ഇല്ലാതെയായിട്ട് കുറെ നാളായി. ഏജ് ഓഫ് അൾട്രോണിന്റെ സമയത്ത് ജാർവിസ് എന്ന് പറയുന്ന AI കൊന്നിട്ടാണ് അൾട്രോൺ പുറത്തേക്ക് വരുന്നത്. പിന്നെ അവിടെ ജാർവിസ് ഇല്ല. പക്ഷെ ജാർവിസിന്റെ ചെറിയ ചില സംഭവങ്ങൾ അവിടെ ഇവിടെയായിട്ടൊക്കെ ടോണി സ്റ്റാർക്കിനെ കണ്ടെത്താൻ സാധിച്ചു. ഈ ജാർവിസിനെയും അൾട്രോണിനെയും മൈൻഡ് സ്റ്റോണിനെയും ഇതൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് വിഷന്റെ ബോഡിയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ജാർവിസ് പിന്നീട് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു AI അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റിയാണ് വിഷന് കിട്ടിയത്. പുതിയ വൈറ്റ് വിഷൻ ഉണ്ടാക്കുന്ന സമയത്ത് AI സിസ്റ്റം ഒക്കെ സെയിം ആയിരിക്കും. പക്ഷെ പണ്ടത്തെ ഓർമ്മകൾ വൈറ്റ് വിഷന് കിട്ടാത്തതുപോലെ ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് അവർ വൈറ്റ് വിഷനെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് പഴയ കാര്യങ്ങളൊന്നും വൈറ്റ് വിഷന് ഓർമ്മയില്ലാത്തത്. പിന്നെ ഹെക്സ് വിഷൻ അതൊക്കെ അവൻ അൺലോക്ക് ചെയ്ത് തിരിച്ചു കൊടുത്തു. നിങ്ങൾക്ക് ഓർമ്മയുള്ളതുപോലെ ജാർവിസിന് ശേഷം ഫ്രൈഡേ എന്ന് പറയുന്ന ഒരു AI ആണ് ടോണി സ്റ്റാർക്ക് ഉപയോഗിച്ചിരുന്നത്. മിന്നി മറിഞ്ഞ കമന്റ് സ്ക്രീൻഷോട്ടുകളിൽ എന്റെയും കമന്റ് വെച്ച അമിത് ബ്രോയ്ക്ക് ഒരുപാട് താങ്ക്സ്. വെൽക്കം ബ്രോ. പക്ഷെ ഇന്നത്തെ ഈ Q&Aയിൽ ബ്രോയുടെ ചോദ്യം വെച്ചിട്ടുണ്ടോ എന്ന് ആക്ച്വലി എനിക്ക് ഓർമ്മ വരുന്നില്ല. കാരണം ഞാൻ ഈ വീഡിയോ പല ദിവസങ്ങളായിട്ടാണ് ചെയ്യുന്നത്. ഇനി അത് നോക്കണമെങ്കിൽ എനിക്ക് വീഡിയോ ഫുള്ള് കണ്ടു നോക്കേണ്ടി വരും. തീർച്ചയായിട്ടും ബ്രോയുടെ ചോദ്യം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. എന്തുകൊണ്ടാണ് വാണ്ടയുടെ ആ മാജിക് അല്ലെങ്കിൽ ആ എനർജി പുറത്തേക്ക് കൊണ്ടുവന്ന ഡ്രോണിൽ ഒരുപാട് നാൾ നിലനിന്നത്? എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഉള്ളിലേക്ക് കടക്കുന്ന സാധനങ്ങളിൽ വാണ്ട നേരിട്ട് മാജിക് ചെയ്യാറില്ല. ഹെക്സിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് ആ സാധനങ്ങൾക്ക് ഉണ്ടാവാറുള്ളത്. പക്ഷെ ഈ ഡ്രോണിനെ വാണ്ട സ്വയം അവളുടെ മാജിക് ഉപയോഗിച്ചാണ് അവളുടെ കയ്യിലേക്ക് എടുത്ത് പുറത്തു കൊണ്ടുവരുന്നത്. സോ വാണ്ടയുടെ നേരിട്ടുള്ള എനർജി ആ ഡ്രോണിന്റെ മേൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഉള്ളിലെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു ഡ്രോണാണ് അവർ അയക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹെക്സിനുള്ളിലേക്ക് കടക്കുമ്പോൾ ആ ഡ്രോൺ ചേഞ്ച് ആവില്ല എന്നായിരുന്നു അവർ വിചാരിച്ച്. അത് ശരിയായിരുന്നു, ഡ്രോൺ ചേഞ്ച് ആയില്ല. പക്ഷെ എന്തായാലും ഉള്ളിലുള്ള കാവസ് മാജിക് അതിനെ ചേഞ്ച് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കാലഘട്ടം മാറ്റേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. സോ ഈ എനർജി ആ ഡ്രോണിന്റെ മേല് വെറുതെ ഇങ്ങനെ വന്നിരിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും ആ ഡ്രോൺ പുറത്തെടുത്തപ്പോഴും വാണ്ടയുടെ എനർജി ഡ്രോണിന്റെ മേൽ നിലനിന്നത്. അവെഞ്ചേഴ്സ് എൻഡ് ഗെയിം കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് മൂവീസിന്റെ ഓർഡർ ഞാൻ പറയുകയാണെങ്കിൽ റിലീസ് ഓർഡർ കാണുന്നതാണ് നല്ലത്. പക്ഷെ ഞാൻ ആ ഓർഡറിലല്ല ചെയ്യുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല. എന്നാലും ഒരു കാര്യമുണ്ട്, കുറെ സിനിമകളിൽ മൾട്ടിവേഴ്സ് കടന്നു വരുന്നുണ്ട്, കുറെ സിനിമകളിൽ മൾട്ടിവേഴ്സ് കടന്നു വരുന്നില്ല. എൻഡ് ഗെയിം വരെ എന്ന് പറഞ്ഞാൽ അത് ഇൻഫിനിറ്റി സാഗയായിരുന്നു. മിക്ക മൂവീസിലും ഇൻഫിനിറ്റി സ്റ്റോൺസിനെ പറ്റിയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട്. പക്ഷെ എൻഡ് ഗെയിം കഴിഞ്ഞ് പിന്നെ മൾട്ടിവേഴ്സിന്റെ കഥയായി അല്ലെങ്കിൽ മൾട്ടിവേഴ്സ് സാഗ. പക്ഷെ ചില സ്ഥലത്ത് മൾട്ടിവേഴ്സിനെ പറ്റി പറയും, ചില മൂവീസിൽ മൾട്ടിവേഴ്സിനെ പറ്റി മിണ്ടുക പോലും ഇല്ല, ഒരു കണക്ഷനും ഇല്ല. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ തോർ ലവ് ആൻഡ് തണ്ടറിൽ ഈ മൾട്ടിവേഴ്സിനെ പറ്റി കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല. അതേസമയം മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിലും നോ വേ ഹോമിലും ഒക്കെ
മൾട്ടിവേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ പുതിയ കഥയിൽ കുറെ മാറ്റങ്ങളുണ്ട്. അപ്പൊ ഞാൻ തൽക്കാലം ശരിക്കുള്ള മൾട്ടിവേഴ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ മൾട്ടിവേഴ്സ് ഇല്ലാത്ത സ്റ്റോറി ചെയ്യാന്ന് വിചാരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഓർഡർ ഇടയ്ക്ക് വെച്ച് മാറാം. അതിന്റെ കാര്യത്തിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും സ്റ്റോറിയുടെ ഒരു ഫ്ലോ ഞാൻ എപ്പോഴും മനസ്സിൽ വെച്ച് തന്നെയായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റിലീസ് ഓർഡർ ആണ് അറിയേണ്ടതെങ്കിൽ അത് ഞാനിപ്പോൾ കാണിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ എപ്പോഴും ഒരു സിനിമയോ സീരീസോ ചെയ്തു കഴിയുമ്പോൾ അടുത്തത് ഏതായിരിക്കും എന്നുള്ളതിന്റെ ചെറിയൊരു സൂചന അവസാനം കൊടുക്കാറുണ്ട്, ഒരു എൻഡ് ക്രെഡിറ്റ്സ് പോലെ. അതെപ്പോഴും ഒരു സീനായിരിക്കണമെന്നില്ല, ഒരു സൗണ്ടും ആവാം. വാണ്ടവിഷൻ ലാസ്റ്റ് എപ്പിസോഡിന്റെ അവസാനം ഞാൻ കേൾപ്പിച്ച ഒരു സൗണ്ട് വളരെ കുറച്ച് പേരാണ് ശരിക്കും തിരിച്ചറിഞ്ഞത്. ആ അറേബ്യൻ ഈജിപ്ഷ്യൻ മ്യൂസിക് കേട്ടപ്പോൾ തന്നെ അവർക്ക് അടുത്തത് മൂൺ നൈറ്റ് ആയിരിക്കും എന്ന് തോന്നി കുറച്ച് പേര് കമന്റ് ചെയ്തു. വെരി ഗുഡ്, നിങ്ങളത് കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ നീണ്ടുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇനി നിങ്ങൾക്ക് ഡൗട്ടൊന്നും ബാക്കി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എപ്പോഴും ഇങ്ങനെ ഒരു Q&A ഇടുന്നത് നടക്കുന്ന കാര്യമല്ലെങ്കിലും ഭയങ്കരമായിട്ട് ഒരുപാട് ഡൗട്ടുകൾ കാണുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേ പറ്റൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.